ഇമു ആക്ച്വലി നല്ലവനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എടുത്തെറിഞ്ഞേ അതാ എന്തെങ്കിലും ഒരു തലക്കടിച്ച് കോൺട്രവേഴ്സി Hi guys, welcome back to another episode of Shinigami Studios സാംസ്കാരിക വീബ്സ്. Okay, so ഞാൻ സ്വാലിഹ്, this is fan favorite Jubair Khan and our One Piece specialist Mr. Mudiyanji aka Nidhin. കൊന്നിച്ചീവ. Okay guys, ഈ എപ്പിസോഡ് മാങ്ക റീഡർ കോട്ടപ്പായവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. സ്പോയിലേഴ്സ് ഓൺലി, വേറെ ഒന്നും ഈ എപ്പിസോഡിലില്ല. കാരണം 1000-ൽ പരം കമൻസ് നമുക്ക് വന്നിരുന്നു ഒരു വൺ പീസ് മാങ്ക സ്പോയിലർ എപ്പിസോഡ് ചെയ്യാനായിട്ട്. സോ ആ ഫാൻസിന് വേണ്ടി കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് പേര് മാങ്ക വായിക്കുന്നവരുണ്ട്. അതെ, സോ ഓൺലി ഫോർ മാങ്ക ലവേഴ്സ് കോട്ടപ്പായിട്ട് അല്ലെങ്കിൽ ഇപ്പം നിർത്തിക്കോ. ഈ എപ്പിസോഡ് ഈസ് നോട്ട് ഫോർ യു. ഇത് മാങ്ക വായിച്ചവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഇല്ലെങ്കിൽ പോയി മാങ്ക വായിച്ചിട്ട് ബാക്കി ഉണ്ടായാലും മതി. അതെ അതെ, ഞങ്ങളെ വി ഓൾസോ പ്രൊമോട്ട് ദാറ്റ് അല്ലേ. കാണണം, മാങ്ക വായിച്ചിട്ട് കാണണം. 1080 എന്തോ ആയില്ലേ? അല്ല 1080 അല്ല, 1090 സംതിങ് ആയി. ആനിമെ എപ്പിസോഡ്സ് 1090 സംതിങ് ആയി. അപ്പൊ വലിയ ഇതില്ല. 1100 ആനിമയുടെ കാര്യം 1100 അടിച്ചല്ലേ? ഞാൻ 1090 സംതിങ് ആയുള്ളൂ ഗൈസ്, സോറി. അപ്പോൾ അത് അവിടെ നിൽക്കുന്നേ ഉള്ളൂ. സോ വലിയ ഡിസ്റ്റൻസ് ഇല്ല, 1117 ആയുള്ളൂ, കുറച്ച് എപ്പിസോഡേ ഉള്ളൂ. സോ അപ്പോൾ ഇനിയിപ്പം സ്പോയിലേഴ്സ് കൂടുമായിരിക്കും അല്ലേ? മാങ്ക വായിക്കുന്നവർക്കാണെങ്കിലും മാക്സിമം ആനിമ കാണാൻ വേണ്ടി തോന്നത്തില്ല പലപ്പോഴും. സത്യം, എനിക്ക് അങ്ങനെ തോന്നുന്നു. കാരണം ഓൾറെഡി സ്റ്റോറി അറിയാം. ഇപ്പൊ ഓൾമോസ്റ്റ് മാങ്ക ആനിമെ കോട്ടപ്പാണ്. അതെനിക്ക് തീരെ പിടിക്കുന്നില്ല. ഒരു ഗ്യാപ്പ് ഇല്ലെങ്കിൽ രസമില്ല. ഗ്യാപ്പ് ഇല്ലെങ്കിൽ ഇവര് ഫില്ലർ അടിക്കും, പിന്നെ കഥ മാറ്റും. ലൈക്ക് അല്ല, ഒരു ആർക്കിന്റെ ഡിഫറൻസ് വേണം ഒരു മാങ്കയെ ആനിമെ തമ്മിൽ. ആർക്കെന്ന് ഞാൻ പറയൂല, ഒരു അല്ല ഇപ്പം എഗ്ഗഡ് തീരുന്ന ഒരു സമയം ആവുന്ന സമയത്ത് എഗ്ഗഡിലോട്ട് ആനിമെ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് തമ്മിലുള്ള സ്പേസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇതിനിടയ്ക്ക് ഫില്ലർ ഇട്ട് കൊളവാക്കേണ്ട കാര്യം അവർക്ക് വരുന്നില്ല. അനാവശ്യ ബ്രേക്കിങ്ങിന്റെ കാര്യം വരുന്നില്ല. കറക്റ്റ് ആയിട്ട് പോകാൻ പറ്റും. ഈ അങ്ങനെ വരാത്ത സമയത്ത് ഇപ്പൊ ഗിന്താമ കൺട്രോളർക്ക് അറിയാം. ഗിന്താമയിൽ നമ്മളെ പുള്ളിക്കാരൻ പറയുന്നുണ്ട്, അതായത് ആനിമേസ് മാങ്കയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റി ഒരു ഇങ്ങനെ ഒരു പരിപാടി ഗിന്തോക്കി പറയുന്നുണ്ട്. അതായത് ചില സമയത്ത് ആനിമേ നേരെ പോവും, മാങ്കയും ഇങ്ങനെ കൂടെ പോവും. ചില സമയത്ത് ആദ്യം മാങ്ക പോവും, പിന്നെ ചില സമയത്ത് മാങ്ക ഇങ്ങനെ പോവും, ബാക്കി ആനിമ ഇങ്ങനെ കറഞ്ഞ് പറഞ്ഞ് എങ്ങനെങ്കിലും ഒക്കെ വന്നിട്ട് കൂടാവും. ചില സമയത്ത് ആനിമ ഒരു വഴിക്ക് പോവും, മാങ്ക വേറൊരു വഴിക്ക് പോവും. ആ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാനുള്ള ഏറ്റവും നല്ലത് അതിനെ റീബൂട്ട് ഉണ്ടല്ലോ, ബ്രദർ ഉണ്ട്. Okay, so coming back to the topic, One Piece manga spoilers. So for a brief introduction, One Piece ഇപ്പോൾ എവിടം വരെ എത്തിയെന്ന് നമ്മുടെ ജുബൈർ ഖാൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഇപ്പൊ എവിടം വരെ എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെഗാപങ്കിന്റെ ബ്രോഡ്കാസ്റ്റ് തീർന്നിരിക്കുകയാണ്. അതെ, പക്ഷേ നമുക്ക് ബ്രോഡ്കാസ്റ്റിന്റെ തുടക്കം പോലും പറഞ്ഞു തുടങ്ങണം. അല്ല, ഇപ്പൊ എവിടം വരെ എത്തിയെന്നുള്ളത്, ഇപ്പം എവിടം വരെ ആയെന്നുള്ളത്. ബ്രോഡ്കാസ്റ്റ് തീർന്നിരിക്കുകയാണ്. ഗ്രീഡ് എന്ന് പറയുന്ന യോർക്ക് കളിച്ച് അവസാനം എവിടെ ആയിരുന്നു ഇത് ഒളിപ്പിച്ച് വെച്ചിരുന്നത് എന്നെല്ലാം കണ്ടുപിടിക്കും. ആ ഒരു ട്രാൻസ്മിറ്റർ എവിടെയാണ് വെച്ചിരുന്നത് കണ്ടുപിടിച്ച് ഇപ്പം ഗൊറോസയെ നശിപ്പിച്ചിരിക്കുകയാണ്. സോ നമുക്ക് വീണ്ടും വിൽ ഓഫ് ഡി എന്താണെന്ന് അറിയാൻ വേണ്ടി ഇനിയും വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. സോ ഇനിയുള്ള ഒരു ടോട്ടൽ സംഭവത്തിനായിട്ട്, അതായത് എന്താണ് ഇപ്പം മാങ്ക അപ്പാർട്ട് ഫ്രം ദ ആനിമെ എന്താണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുള്ളത് മുടിയൻ ജീവൻ കേട്ടോണ്ടിരുന്ന എനിക്ക് തന്നെ. സോ ആനിമയിൽ ഇപ്പോഴും വെഗാപ്പിങ്ങിന്റെ ആ ഒരു മെസ്സേജ് ഗൊറോസ് ആയിട്ടുള്ള ഫൈറ്റ് ഇറങ്ങിയിട്ടുണ്ടോ? സമയമായിട്ടില്ലല്ലോ. ഓക്കെ, സോ വെഗാപ്പങ് ഇപ്പോഴും ജയിലിനകത്ത് കിടക്കല്ലേ? വെഗാപ്പങ്ങിനെ പൊട്ടിച്ച് എടുത്തോ? ആനിമ ഇപ്പൊ കോട്ടപ്പല്ല കേട്ടോ, ഞാൻ 3-4 എപ്പിസോഡ് കണ്ടിട്ടില്ല. സംഭവം ഓക്കെ, റാൻഡോ ഷിനോബി എവിടെയായി? എന്നെ കാട്ടി ഡാർക്കാണ്. അല്ല, ആനിമേസിൽ ഇപ്പം എനിക്ക് തോന്നുന്നു ഫൈറ്റിന്റെ ഒരു പാതിയായിട്ട് ഒരു സെറ്റപ്പായിട്ട് നിൽക്കുന്നേ ഉള്ളൂ. അതായത് വെഗാപങ്ക് പരിപാടികളും തുടങ്ങിയിട്ടുണ്ട്, ബ്രോഡ്കാസ്റ്റിന്റെ ഒരു ഇതിനകത്തോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ബ്രോഡ്കാസ്റ്റ് ഇതുവരെ സ്റ്റാർട്ട് ആയിട്ടില്ലെന്നാണ് തോന്നുന്നത്. സോ ഈ ബ്രോഡ്കാസ്റ്റ് എന്നുള്ള സാധനത്തില് ഒരു വെഗാപങ്കിന്റെ പ്രീ റെക്കോർഡഡ് മെസ്സേജ് ആണ്. ഓ, ട്രൈറ്റർ ആരാണെന്ന് അറിഞ്ഞിട്ടില്ലല്ലേ? ട്രൈറ്റർ ആരാന്ന് പിന്നല്ലേ അറിയുന്നത്, അതിന് മുമ്പേ തന്നെ വെഗാപങ്ക് പുറത്തു വരികയല്ലയോ.
അല്ല അല്ല അത് കഴിഞ്ഞ് വെഗാപങ്ക് റിവീലായി ആ പരിപാടി എല്ലാം കഴിഞ്ഞു. അതിന് ഇടയ്ക്ക് വെച്ച് കാണാം കാണാതാ പിടിച്ചോണ്ട് തട്ടിക്കൊണ്ടു വീണ്ടും പിടിച്ചോണ്ട് ബോണിയുടെ സെർച്ച് നടന്നുകൊണ്ടിരിക്കുക. കൂമയുടെ കൂമയുടെ അത് എത്തിയേ ഉള്ളൂ എന്ന് തോന്നുന്നു. കൂമ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ സോ ലൈക്ക് ഭയങ്കര ഇതാണ്. സോലി പറയും. സോ ഗൈസ്, അപ്പം വെഗാപങ്കിന്റെ ബ്രോഡ്കാസ്റ്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് വെഗാപങ്ക് മരിക്കുമ്പോൾ ലൈക്ക് കിസാരുവിന്റെ അറ്റാക്കിൽ വെഗാപങ്കിന് കറക്റ്റ്, അതായത് കിസാരുവിന്റെ ബസ്റ്റർ കോൾ കാരണം കിസാരു ആണ് വരുന്നത്. സോ ദേ ഹാവ് എ സോർട്ട് ഓഫ് റിലേഷൻ അല്ലേ, സെന്റമാരോ റിലേഷൻഷിപ്പ്. പക്ഷെ അതൊന്നും കിസാരുവിന് കൂമ, കിസാരു, ബോണി, സെന്തോമാരു, വെഗാപങ്ക് ഇതൊക്കെ പഴയ മറ്റേ നാന് ആ സെറ്റപ്പാണ്. കാര്യമില്ല, കിസാരു ഒന്നും നോക്കിയില്ല. ഡ്യൂട്ടി കംസ് ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വെഗാപങ്കിന് നേരെ മറ്റേ ഭീം അയച്ചു. പുള്ളിക്കാരന് ഗവൺമെന്റ് അതിനെ തിരിയാൻ താല്പര്യമില്ല. എനിക്കൊന്നും ലേസി ആയതുകൊണ്ടായിരിക്കും എന്നാണ് എനിക്ക് ചെയ്യാൻ പറ്റൂല എന്നുള്ളത് സത്യം. എന്തെങ്കിലും കാണും, ഒരു കണക്ഷൻ കാണും. പക്ഷെ എനിക്ക് തോന്നുന്നു ലേസിനെസ് ഈസ് എ ഫാക്ടർ എന്ന് എനിക്ക് തോന്നുന്നു. മറ്റേ അമ്മാരത്ത് പോകണമെങ്കിൽ കുറെ പണിയെടുക്കണം. യുവമാരെ ആകുമ്പോൾ ഇല്ല, പുള്ളിക്കാരനകത്ത് വിഷമമുണ്ട്. ഈ പറഞ്ഞ കണ്ണാടി, ഞാൻ കണ്ണാടിയുടെ കാര്യം പറയുന്നത് അങ്ങനെ അങ്ങനെ വെഗാപങ്ക് ലേസർ ബീം കൊണ്ട് മരിച്ചു എന്നുള്ള ഒരു അവസ്ഥ എത്തുമ്പോൾ താനെ, അതായത് വെഗാപങ്കിന്റെ ഹാർട്ട് ബീറ്റ് നിൽക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ള രീതിക്കാണ് ആ സംഭവം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും വേൾഡിൽ മൊത്തം അപ്പോൾ വെഗാപങ്ക് പറയും, ഒരു 10 മിനിറ്റ് ഞാൻ നിങ്ങൾക്ക് തരാം, എല്ലാവരും പോയി മറ്റേ വീഡിയോ ഇതൊക്കെ ഇട്ട് മറ്റേ തിയേറ്ററൊക്കെ തുറന്ന് ചായ കഴിച്ച് പോപ്കോണും വെച്ചിരുന്നോ, എനിക്കൊരു വലിയ കാര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട്. മാങ്കയിൽ അത് ഏകദേശം 5 എപ്പിസോഡ് എന്തോ പോയില്ലേ ഈ 10 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട്. ഒരു 5 എപ്പിസോഡ് നമ്മളെ ഇട്ട് വലിച്ച് നീട്ടിയെടുത്ത സംഭവം. എന്നിട്ട് വെഗാപങ്ക് പറയും, ഞാനിത് പറയുന്ന ടൈമിൽ വെള്ളം ഇങ്ങനെ റൈസപ്പ് ആവും, നമ്മൾ ഒറിജിനലായിട്ട് നമ്മൾ നിൽക്കുന്നതല്ല സ്ഥലം. മറ്റേ ഇവൻ പറഞ്ഞല്ലോ, മറ്റേ ഒരു സ്വാമി അറിയില്ലേ, ദ മീ ദാറ്റ് ഈസ് സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് യു ഈസ് നോട്ട് ദ യു. അതുപോലെ നമ്മളിപ്പോൾ കാണുന്ന വേൾഡ് അല്ല ഒറിജിനൽ വേൾഡ്. നമ്മുടെ ഒറിജിനൽ വേൾഡ് കടലിൻ്റെ അടിയിലാണ്. വാട്ടർ വേൾഡ് എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട്, അത് കണ്ടെങ്കിൽ അറിയാം. സോ അതേപോലെ വെള്ളം റൈസായി നമ്മൾ യൂഷ്വലി ഫുള്ളി വേൾഡ് ആയിരുന്നു, കുറച്ച് കടലുണ്ടായിരുന്നത് ഇപ്പോൾ ഫുള്ള് കടലാണ്, കാരണം ഫുൾ ഐലൻഡ്സ് ആണല്ലോ. അല്ല, അത് ഓൾറെഡി TC ഉണ്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിയത്തില്ല. മറ്റേ ലോങ് നെക്ക് ലോങ് റിങ് ഐലൻഡോ, അതിനകത്ത് ലോങ് റിങ്, അത് ഞാൻ സത്യം പറഞ്ഞ ആ പുല്ലിന്റെ പേര് എപ്പോഴും പറഞ്ഞു, ഒരു മറ്റേ നാക്കുളുക്കി സാധനം. അത് അതിനകത്ത് പറയുന്നുണ്ടല്ലോ, അതായത് ഓൾറെഡി തന്നെ ഒരു ഐലൻഡിൽ ഈ സംഭവം നടക്കുന്നതിന്റെ ഓൾറെഡി TC ചെയ്തിട്ടുണ്ട്. അത് പലരും അത് സ്കിപ്പ് ചെയ്തിട്ടുള്ളൊരു ആർക്കും കൂടിയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് റെലവൻസ് ഇല്ല, അത് ക്യാനാന്ന് അറിയത്തില്ല, ഫില്ലർ പോലെയാണ് തോന്നിയത് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ നമ്മളിപ്പോൾ സ്കൈപ്പ് അങ്ങനെ സ്കിപ്പ് ചെയ്ത ഒരു ഗിയർ 5 ആയപ്പോഴത്തേക്കും ഷോക്കപ്പെട്ട്. അതേപോലെ തന്നെ ഈ ലോങ് റിങ് കൈറ്റ് ഇപ്പം സത്യം പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിക്കൊണ്ടിരിക്കുക. കാരണം ഓൾറെഡി തന്നെ ഫോക്സി പൈറേറ്റ്സ് അല്ലേ, ഫോക്സി പൈറേറ്റ്സിന് അവരെ ഇപ്പം കാണിച്ചിട്ടുണ്ട് ഇടയ്ക്ക് വെച്ച്. കാരണം ഒരു ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ക്യാരക്ടറാണ്, ആ ഒരു ക്യാരക്ടറിനെ ഇപ്പം കാണിച്ചു. അതേ കണക്കിന് ആ ഒരു ലോങ് ഐലൻഡിലുള്ള ആ സ്ഥലത്തിലുള്ള അതിനെപ്പറ്റി ഒന്നും പറയാം, ആ പുള്ളിക്കാരനെ കാണിക്കുന്നുണ്ട്. ഒരു കിളവനായിട്ടുള്ള ഒരു പുള്ളിക്കാരനുണ്ടല്ലോ, മറ്റേ ആ പുള്ളിക്കാരനെ ഇപ്പം കാണിച്ചിട്ടുണ്ട്. അതായത് അപ്പോഴും തന്നെ മനസ്സിലാവും ഇത് ഓൾറെഡി എന്നെ ഇയാള് ഫോർഷാഡോ ചെയ്തായിരുന്നു. ഈ ഒരു റിങ് കണക്ക് ഓരോ ഐലൻഡായിട്ടും വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന ഒരു സെറ്റപ്പ്. ഇത്ര വർഷം കൂടുമ്പോൾ വെള്ളം പൊങ്ങും, അപ്പോൾ ആ സമയത്ത് വെള്ളത്തിനടിയിലാകും. ആ സമയത്ത് ഞങ്ങൾ എല്ലാവരും കൂടി അടുത്തടുത്തോട്ട് പലായനം ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ സംഭവം ഇപ്പം നടക്കുന്നത്. ഇത് ഇച്ചിരി കൂടി ലാർജ് സ്കെയിലിലാണെന്ന് മാത്രം. ഇതിന്റെ സ്കെയിൽ ഡിഫറൻസ് ഭയങ്കര വലുതാണ്. കാരണം നമ്മളെ വാട്ടർ 7 പറയുന്നുണ്ട് ആ ഒരു അവിടെ എങ്ങനെയാണ് ഒരു ഈ വാട്ടർ റൈസ് ചെയ്യുന്നത് എന്ന്, അത് ലഗുന വരുന്നത് എപ്പോഴും ആ സമയത്ത് എങ്ങനെയാണ് സംഭവം നടക്കുന്നതെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു കാര്യം വേൾഡ് മൊത്തത്തിൽ നടക്കുവാണ്. അപ്പോഴാണ് നമുക്കൊരു ഐഡിയ കിട്ടുന്നത് എന്തുകൊണ്ട് മരീജോ എന്ന് പറയുന്ന സ്ഥലം ഇത്രയും ഹൈറ്റിൽ കെട്ടിവെച്ചേക്കുന്നു, അവിടെ ഈ സെലസ്റ്റിയൽ ഡ്രാഗൺസ് എന്തുകൊണ്ട് താമസിക്കുന്നുള്ളത്. അങ്ങോട്ട് പോകാൻ വേണ്ടി ഇപ്പോൾ യോർക്ക് ഉൾപ്പെടെയുള്ള ആൾക്കാർ, കാരണം യോർക്കിന് ഓൾറെഡി തന്നെ അറിയാം വേൾഡ് നശിക്കാൻ പോയാണ്, ഇവിടെ മാത്രമാണ് സേഫസ്റ്റ് ആയിട്ടുള്ള പ്ലേസ് എന്ന് അറിയാം. സോ അതുകൊണ്ട് കൂടി ആയിരിക്കണം യോർക്ക് ബാക്കിയുള്ള വെഗാപങ്കുകളെല്ലാം അല്ലെങ്കിൽ തേച്ചിട്ട് ഞാൻ തണ്ട എന്തോ മരിജോയിൽ ടൂറിന് പോകാൻ പോവുകയാണെന്നും പറഞ്ഞ് നിൽക്കുന്നത്, ഞാൻ സെലസ്റ്റിയൽ ഡ്രാഗൺ ആവാൻ പോകുന്നു പറഞ്ഞ് നിൽക്കുന്നത്. സോ അതവിടെ നിൽപ്പുണ്ട്. പിന്നെന്ന് പറയാനായിട്ട് ഇപ്പം ഗൊരോസെ ഞാൻ ആദ്യം വിചാരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഓരോരോ ഗൊറോസമാരായിട്ട് ഇങ്ങനെ അഡ്മിറൽസിനെ നമുക്ക് ടീസ് ചെയ്താണ് ഓരോരോ ഗൊറോസമാരായിട്ട് ഇങ്ങനെ കാണിച്ചു വരുമെന്ന് വിചാരിച്ച് ഇതൊരു ബോംബ് പൊട്ടിക്കാൻ എല്ലാരെയും വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ആരെങ്കിലും മിസ്സായിട്ടുണ്ടോ? ഇല്ല, എല്ലാവരും 5 പേരും 5 എൽഡേഴ്സും ഉണ്ട്. അത് വന്നപ്പോ എനിക്ക് തോന്നുന്നു ആക്ച്വലി മറ്റേ സാറ്റേൺ ഇല്ലേ, സാറ്റേൺ വേഗാപങ്കിനെയും കാട്ടി ജീനിയസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ലൈക്ക് അങ്ങേരാണ് ഹെഡ് ഓഫ് സെല്ല്. അവര് കണ്ടു, അവരതെല്ലാം മിത്തിക്കൽ ഫ്രൂട്ട്സാ. ഇല്ല, അയാള് സയന്റിസ്റ്റ് ആണ്. അതാ പറഞ്ഞേ, സയന്റിസ്റ്റ് ആണ്. അതാ പറഞ്ഞേ, എനിക്ക് വേഗാപങ്ക്, അതായത് എനിക്കൊന്നു വേഗാപങ്കിനെയും കാട്ടി സ്മാർട്ട് ആയതാണ്. ലൈക്ക് ഈ അവരിരിക്കുന്ന മിത്തിക്കൽ സോൺ ഫ്രൂട്ട് ഇല്ലേ, അത് ഏകദേശം ഒരു മെഷാണ്. ലൈക്ക് എനിക്ക് തോന്നുന്നില്ല അത് മറ്റേ ഒറിജിനലാണ്. വെഗാപങ്കും ഇവര് ഗൊറോസയും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞുതരാം. വെഗാപങ്കിന് ഇത്രയും നാള് മെനക്കെടേണ്ടി വന്ന് ഇത്ര ഹിസ്റ്ററിയും ബാക്കിയുള്ള എല്ലാം അറിയാം. ഇവന്മാർക്ക് അങ്ങനെയല്ല. ആ ഹിസ്റ്ററി, ആ ഏൻഷ്യന്റ് സിവിലൈസേഷന്റെ ടെക്നോളജി ഇതേപറ്റി എല്ലാം അറിയാം. റിസർച്ചിന്റെ അധികം ആവശ്യം. അപ്പോഴാണ് അടുത്ത ചോദ്യം വരുന്നത്. ഇപ്പൊ ഇതിനകത്ത് നമുക്ക് ആകെ അറിയാവുന്ന ഇമ്മോർട്ടലിനെ പറ്റിയൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പിയോപെനോമി മാത്രമാണ്. അപ്പോഴ് ഈ പറഞ്ഞ ഓപ്പിയോപെനോമി ഇതിനു മുമ്പ് വേൾഡ് ഗവൺമെന്റ് കയ്യിൽ ഇരുന്നതാണോ, അത് ആൾക്കാരെ കൊണ്ട് തീറ്റിച്ചിട്ട് അവരെ കൊല്ലിച്ച് ഇവരെല്ലാരും ഇമ്മോർട്ടാലിറ്റി നേടിയതാണോ എന്നുള്ളത് ഒരു ഒരു പോസിബിലിറ്റി ആണ്. കാരണം ഇവര് വേൾഡ് ഗവൺമെന്റ് എപ്പോഴും ഈ ഓപ്പിയോപെനോമിക്ക് വേണ്ടിയുള്ള ഹണ്ടിലായിരുന്നു. അത് അവസാനം ഇടയ്ക്ക് വെച്ച് അവരെ കയ്യിൽ നിന്ന് മിസ്സായി പോകുമ്പോഴാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ നടക്കുന്നതും കൊറോസാന്റെ കാര്യങ്ങളാണ് നടക്കുന്നത്. എനിക്ക് ഓപ്പിയോപെനോമി മാത്രമല്ല, ഈ ഗുംഗും ഫ്രൂട്ടും ഒരുമിച്ച് വേണമെന്ന് തോന്നുന്നു. ലൈക്ക് ഈ ഇമ്മോർട്ടാലിറ്റി സംഭവം അച്ചീവ് ചെയ്യാൻ. ഇല്ല, ഗൊമുഗോമനോമിയുടെ പ്രത്യേകം പറഞ്ഞാൽ ഗൊമുഗോമനോമി അല്ലെങ്കിൽ ഹിത്തോഹിത്തോനോമി ഇവരെ കയ്യിൽ നിന്ന് സ്കിപ്പായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട്. കാരണം ഇവരെ കൊണ്ട് അത് പിടിക്കാൻ പറ്റുന്നില്ല. അവസാനം ഇവർ കണ്ടുപിടിക്കുന്ന സമയത്താണ് നമ്മളെ ഹൂസ് ഹൂവിനൊക്കെ ഗ്രൂപ്പ് അവര് ഈ പറഞ്ഞ CP യിൽ ഇരിക്കുന്ന സമയത്ത് അവരെ കയ്യിൽ ഈ ഒരു ഫ്രൂട്ട് കിട്ടിയ സമയത്ത് കറക്റ്റ് ടൈമിലാണ് ഷാൻസ് കയറി അടിക്കുന്നതും ഈ സാധനം കൊണ്ടുപോകുന്നത്. എന്നിട്ട് നൈസാ ബാർ വെച്ച് സെലിബ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇല്ല, അതിനകത്തൊരു കോമഡി ഉണ്ട്. കാരണം CP9 ഒരു ഗവൺമെന്റിന് ഈ പറഞ്ഞ ഷാങ്സ് ഇതിനു മുമ്പ് അങ്ങനെ അറ്റാക്ക് ചെയ്ത് നമ്മൾ കണ്ടിട്ടില്ല. കാരണം ഷാങ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അവന്റെ കാര്യങ്ങൾ നേടണം, അല്ലാതെ അവന് ഗവൺമെന്റിനെ വെറുപ്പിക്കാൻ താല്പര്യമില്ല. ഗവൺമെന്റിനെ വെറുപ്പിക്കാൻ താല്പര്യമില്ല. അവൻ ഈ പറഞ്ഞ അവൻ്റെ ക്യാപ്റ്റൻ പറഞ്ഞുള്ള കണക്ക് നമ്മൾ 23 വർഷം നേരത്തെ 26 വർഷമോ നമ്മൾ നേരത്തെ ആയിപ്പോയി, നമ്മൾ വരണ്ടുള്ള സമയത്തല്ല. അപ്പോൾ ആ ഒരു ടൈമിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്ന കണക്കാണ് ഷാങ്സിൻ്റെ പോക്ക് സത്യം പറഞ്ഞത്. പക്ഷേ അങ്ങനെ ഒരു സെറ്റപ്പിൽ ഈ പറഞ്ഞ ഗവൺമെൻറ്റിനെ വെറുപ്പിച്ചുകൊണ്ട് അവർ സെക്യൂറായി കൊണ്ടുവന്ന ഈ ഒരു ഫ്രൂട്ട് അടിച്ചു മാറ്റി അത് കൊണ്ടുവന്നിട്ട് വളരെ അലസമായിട്ട് ലൂഫിയുടെ ഫ്രണ്ടിൽ വെച്ച് അത് ഇതൊക്കെ ഒരു പ്ലോട്ട്, ഇതൊക്കെ ഒരു ഐസൺ സാധനമല്ലേ നമ്മൾ കാണുന്നത്. അതൊഴിച്ച് ബാക്കിയുള്ള എല്ലാം പ്ലാൻഡ് ആയിരുന്നു. ലൂഫി പ്ലാൻഡ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അപ്പോഴും വേറൊരു, പക്ഷെ അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ചോദ്യം ഉണ്ട്. അല്ല, ഷാങ്സിന്റെ കൈ എഴുതി. ലൈക്ക് ഷാങ്സിന് മറ്റേ എനിമി വരുന്നതൊക്കെ മറ്റേ കിലോമീറ്റർ ദൂരം അറിയാം. ലൈക്ക് അവിടെ ഒരു എൻ്റെ ഒരു ഹൈപ്പോത്തസിസ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഹിത്തോഹിത്തോണോമി മോഡൽ നിക്ക എന്നുള്ള ഫ്രൂട്ട് ഗവൺമെന്റിന്റെ സ്കിപ്പ് ചെയ്ത് പൊക്കോണ്ടിരിക്കുകയായിരുന്നു. ഷാങ്സിന്റെ കിട്ടി. ഓക്കെ, ഷാങ്സിന് അതുകൊണ്ട് വേറെ എവിടെ വേണമെങ്കിലും പോയായിരുന്നു. ചിലപ്പോ ഫ്രൂട്ട് അതിന്റെ ഒരു ഡെസ്റ്റിന്റ് ഓണറിനെ വേണമെങ്കിൽ കണ്ടുപിടിച്ചു എന്നുള്ള ഇതില് ഇത് പോവാം. പക്ഷെ ഓൾറെഡി തന്നെ ഷാങ്സ് അവിടെ സെറ്റിൽഡ് ആണ്. ലൂഫിയുടെ ഗോവയില് ഈ പറഞ്ഞ ലൂഫി ഷാങ്സ് സെറ്റിൽഡ് ആണ് സത്യം പറഞ്ഞ ആ സമയത്ത്. അവൻ അത് ഗോവ കിങ്ഡം. അപ്പോഴവിടെ സെറ്റിൽഡ് ആണ് ഷാങ്സ്. ആ സമയത്ത് മാറി പോകുന്നുണ്ട് അവര്. ആ സമയത്ത് വൈ ഹി ചൂസ് ഒരു ഗോവ കിങ്ഡം എന്തുകൊണ്ട് ചൂസ് ചെയ്ത് അവിടെ പോകുന്നു? ആ ഒരു അതാണ് എനിക്കും തോന്നുന്നത്. ലൈക്ക് റോജറിന്റെ ബാക്ക് സ്റ്റെപ്പ് പിടിച്ച് ലൈക്ക് റോജർ മേ ബി ലെഫ്റ്റ് എ മെസ്സേജ് ഓർ സംതിങ്. എന്താണ് റോജറിനെ പറ്റിയുള്ള സത്യം അറിയാന്നുള്ള വളരെ കുറച്ച് ആൾക്കാരുടെ ഉണ്ടായിരുന്നുള്ളൂ. അതായിരിക്കാം. റോജർ ആണെങ്കിൽ ഷാങ്സിന് എന്തോന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോ റോജറിന്റെ ക്രൂവിൽ ഉണ്ടായിരുന്നോണ്ട് മേ ബി ഷാങ്സിന് ഗോമുനോമി അല്ല മറ്റേ ഫ്രൂട്ട് ആണ് എന്നുള്ളതിന്റെ ഒരു ഇൻഫോ കിട്ടി കാണാം. ഉണ്ട്. കാരണം പറഞ്ഞാൽ ഈ ലൂഫിക്ക് ആരാണ് ഇത് ഗോമുനോമി എന്ന് പറഞ്ഞു കൊടുക്കുന്നത്? ഷാങ്സ് ആണ് പറഞ്ഞു കൊടുക്കുന്നത്. ലൂഫ് ഇപ്പൊ ഒരു ഡബിൾ ഫ്രൂട്ട് കഴിക്കുന്ന സമയത്ത് തന്നെ അതിന്റെ യൂസറിനെ അറിയാൻ പറ്റും ഇതിന്റെ ഇൻഫർമേഷൻസ്. ഈ ഒരു കഴിച്ച ഇതേതാണ്. ഇപ്പം നമ്മുടെ അത് നമുക്ക് അറിയാൻ പറ്റുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ NES ലോബിയിൽ വെച്ചിട്ട് മറ്റേ ജിറാഫ് നമ്മളെ
അത് എനിക്ക് ആ ഒരു ടൈമില് മാത്രമേ ഉള്ളൂ. ആ കഴിച്ചു കഴിയുമ്പോൾ അവരുടെ പവർ എന്താണ്, അവർക്ക് അവരെന്തുമാണ് കഴിച്ചെന്നുള്ളത്, അതിന്റെ ഇതെന്തുള്ളത്, അതിന്റെ ഒരു എക്സ്റ്റെന്റ് വരെ ഉള്ളത്. സോൻ എനിക്ക് അത് തോന്നിയിട്ടുണ്ട്, പക്ഷെ സോൻ അല്ലാത്തതിന് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ ഇത് മിത്തിക്കൽ സോൻ ഒരു പ്രത്യേക ടൈപ്പ് മിത്തിക്കൽ സോൻ ആണ്. അത് സോൻ ആണെന്ന് അത് ഗിയർ 5 അവേക്കൻ ചെയ്യുമ്പോൾ മാത്രമാണ് അറിയുന്നത് സോവനാണ്. അതുവരെ പലർക്കും അറിയാം, പക്ഷെ ഇത് പക്ഷെ പുറത്തു പറയൂല, പുറത്തു പറയാൻ പാടില്ല. ലൈക്ക് ആക്ച്വലി എനിക്ക് തോന്നുന്നു ഡബിൾ ഫ്രൂട്ട്സ് തന്നെ ഒരു മിസ്റ്ററിയാണ്. ലൈക്ക് അത് വെഗാപങ്കിന്റെ ഒരു തിയറി ഇപ്പം പറയുന്നുണ്ട്. അതായത് ബ്ലഡ് വഴിയാണ് മറ്റേ ഇത് ബ്ലഡിന് ഭയങ്കര ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ലോഗിയ ടൈപ്സിന് ബ്ലഡ് ഇതിനുണ്ട്, മിത്തിക്കൽ സോവന് പക്ഷേ ഒന്നും ഇതും പറ്റത്തില്ല അങ്ങനെ എന്തോ പറഞ്ഞിട്ട് റീക്രിയേറ്റ് ചെയ്യാൻ പാട്. ഇതാ മിത്തിക്കൽ സോവൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ നമുക്കറിയാം? കൈയുടെ ഒറിജിനലാണ്, ഇവന്റെ അത് മൊമനോസ്കെ കഴിക്കുന്നത് മറ്റേ ഇതല്ലല്ലോ, ഒറിജിനൽ ഫ്രൂട്ട് അല്ലല്ലോ, അത് റീക്രിയേറ്റ് ആണ്. കൈതോടെ അങ്ങനെ കൈതോ റീക്രിയേഷൻ. അതോ ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ, പിങ്ക് ആയി പോയി. അത് ഫെയിലിയർ ആണ്. എനിക്ക് അറിഞ്ഞു തന്നെ പിങ്ക് കളർന്ന് എടാ. അതാ മിത്തിക്കൽ സോവനും ലോഗിയക്കും ഇല്ല. ലോഗി അല്ലാണ്ട് വേറൊരു ടൈപ്പ് ഉണ്ട്, പാരമീഷ്യോ ആണ് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത ഇതാണെന്ന് തോന്നുന്നു. പക്ഷേ അതാ ഞാൻ പറഞ്ഞേ, ഈ ഗോറസെ എനിക്ക് തോന്നുന്നു ആക്ച്വലി റീക്രിയേറ്റ് ചെയ്തെന്ന് തോന്നുന്നു. കാരണം അവരെ മിത്തിക്കൽ സോവൻ സംഭവങ്ങളൊന്നും ലൈക്ക് നോർമൽ ഇതല്ല, ലൈക്ക് മിക്സ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബോണിയുടെ ഇത് ഫ്രൂട്ട് കഴിച്ചിട്ടില്ല. ഇൻബോൺ എക്സ്പെരിമെന്റ്. അതായത് ഈ ഫ്രൂട്ടിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അവളിലേക്ക് ചെയ്തതാണ്. മറ്റേ ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇവര് ഗ്രാൻഡ് ലൈനിൽ കയറുമ്പോഴത്തേക്ക് അവിടെ പറയട്ടെ ഈ ആനിമൽസും ബാക്കിയുള്ള സാധനമൊക്കെ ഡബിൾ ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് തോക്ക് പവർ വരുന്നുണ്ട്. മറ്റേ ഇവന്റെ വാള് മറ്റേ ആനയുടെ ഇതുള്ള കണക്കൊരു ക്യാനൻ ഉണ്ട്. അതാ പറഞ്ഞു. സോ എനിക്ക് തോന്നുന്നു ഗോറസയിൽ മറ്റേ സാറ്റൻ ആക്ച്വലി വെഗാപങ്കിനെക്കാട്ടി ജീനിയസ്. അങ്ങേരി ഇതിനു മുമ്പേ റീക്രിയേറ്റ് അതാ. സോ ആദ്യമേ ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ടായിരിക്കണം ലൈക്ക്, അല്ലെങ്കിൽ ഹി വാസ് വർക്കിംഗ് ഓൺ സംതിങ്. അതുകൊണ്ടായിരിക്കണം വെഗാപങ്കിന്റെ ആവശ്യമുള്ള ഡീറ്റെയിൽസ് കിട്ടി. അതുകൊണ്ടായിരിക്കണം വെഗാപങ്കിനെ കൊല്ലേണ്ട ആവശ്യം വരുന്നത്. ലൈക്ക് വെയിറ്റ് ചെയ്ത് നോക്കുമ്പോ വെഗാപങ്കിനെ കൊല്ലേണ്ട ആവശ്യം വന്നതെന്ന് വെച്ചാൽ നിന്റെ അടുത്ത് തുറന്നു നോക്കല്ലെന്ന് പറഞ്ഞ സാധനം നീ തുറന്നു നോക്കി, തുറന്നാ നീ ചത്ത്. ഇത്രയും വർഷം എടുത്തിലേക്ക് അങ്ങേര് മറ്റേ ഒഹാര പൊട്ടുന്നത് മുതൽ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ പോണിഗ്ലിഫിന്റെ ഇതില്. വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ഈ യോക്ക് തേക്കുന്നത് എന്താണ്, ഇത്ര സമയമായി, കറക്റ്റ് ഒരു ടൈമായി. അവർക്ക് തന്നെ മനസ്സിലായി ഇന്ന ടൈമായി, ഈ ഒരു സമയത്ത് ഇനി ഇവനെ ഇതിനപ്പുറം വളരാൻ അനുവദിച്ചുകൂടാ. ഈ തലയ്ക്ക് മേലൊരു കുന്തം ഇങ്ങനെ തൂങ്കടക്കാണത്. അതെപ്പോ വേണമെങ്കിലും വീഴാന്നുള്ളൊരു സാധനമാണ് സത്യം പറഞ്ഞാൽ വെഗാപങ്കിനെ വെഗാപങ്ക് ഇവർക്കൊരു ഭീഷണിയായിട്ട് ഇവർക്ക് തോന്നി. അതിന് പറഞ്ഞ കാരണങ്ങൾ വേണ്ട. കമ്പാരിറ്റീവ്ലി നോക്കുമ്പോ ഡേറ്റ് പോയാലും ഇപ്പം ഈ സംഭവം പോയാലും ഇവർക്ക് പ്രത്യേകിച്ച് വലിയ ഇതോ കുഴപ്പം വരുമോ? വേൾഡ് ഗവൺമെന്റിന് വേൾഡ് ഗവൺമെന്റിന്റെ പ്രശ്നം വരുന്ന കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ പറ്റൂല ആൾക്കാരെ. ഒരു ഗവൺമെന്റ് ഏറ്റവും വലിയ കഴിവെന്തോ അതിനകത്തുള്ള ആൾക്കാരെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. അതെപ്പം മാറുന്നു അപ്പോഴാണ് കെയോസ് ഉണ്ടാവുന്നത്. ഈ ഒരു ഇവരുടെ കയ്യിൽ ഇവര് റോങ് പാത്തിലുള്ള ആൾക്കാരാണ് ഇവരൊന്നും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവിടെ കെയോസ് ഉണ്ടാവുകയാണ്. ഇവർക്ക് പിന്നെ ഇവർക്ക് മാസ് ജനോസൈഡോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ഈ പറഞ്ഞ കെയോസ് നടത്തുന്നത് ഇവർക്ക് വലിയ മറ്റേത് എടേ അല്ലാത്തപ്പം മറ്റേ മൂലയുള്ള ഒരു ഐലൻഡ് ഒറ്റയടിക്ക് തീർത്ത് കളഞ്ഞ അങ്ങനെ കാണിക്കുന്നത്. ഞാൻ ലൈക്ക് നമ്മൾ മിസ്സാവുന്ന ഒരു സംഭവം ഉണ്ട്. ഷാങ്ക്സ് മറ്റേ ഐലൻഡിൽ വന്ന് ഇവരെ മീറ്റ് ചെയ്യുന്നുണ്ടല്ലോ, എൽഡേഴ്സിനെ. ഷാങ്ക്സ് ഗോർസയെ മീറ്റ് ചെയ്യുന്നു. ലൈക്ക് അത് ഒറിജിനൽ ഷാങ്ക്സ് ആണോ? ഷാങ്ക്സിന്റെ രണ്ട് ബ്രദേഴ്സ് മറ്റേ ഇതുണ്ടല്ലോ ഫിറ്റ്സ്ഗാൾഡോ, പറയുന്ന ലൈക്ക് മറ്റേ ഗോഡ് വാലി ഇൻസിഡന്റ് കാണിക്കുന്ന മറ്റേ നൈറ്റ് സംഭവം. ലൈക്ക് അപ്പം ഷാങ്ക്സ് എന്താ പറയാ, ഒരു ഇൻബിൽറ്റ് സ്പൈ ആണോ അല്ലെങ്കിൽ അവന് ഇരട്ട ഉള്ളതാണോ? ഷാങ്ക്സിന്റെ അതിപ്പോഴും ഒരു ഭയങ്കര ഒരു മിസ്റ്ററി തന്നെയാണ്. ഷാങ്ക്സിന് ഒരു ഡ്യുവാലിറ്റി കാണിക്കുന്നുണ്ട് ആ ഒരു ക്യാരക്ടർ. കാരണം ഷാങ്ക്സ് സെലസ്റ്റിയൽ ആണെന്നുള്ളത് നമുക്ക് ഇതിൽ പ്രൂവ് ആയിട്ടുണ്ട്. ഏകദേശമേ ഉള്ളൂ, ഇപ്പോഴും കംപ്ലീറ്റ്ലി പ്രൂവ് അല്ല. അതാ പറയുന്നത് മൊത്തത്തിൽ റിവീൽ ചെയ്യാതെ എല്ലാ കാര്യവും ഫോർഷോഡോയിങ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഷാങ്ക്സ് മറ്റേ കൈ ലൂസ് ആവുന്നത് വരെ ഒരു പ്ലോട്ട് ആണോ എന്നുള്ളത്. കാരണം ആലോചിച്ച് നോക്കും, ഷാങ്ക്സിനെ പോലെയുള്ള ഒരാൾക്ക് ലൈക്ക് അന്ത പവറിലുള്ള ഒരു സീ ബീസ്റ്റ് വന്ന ഡിഫെൻഡ് ചെയ്യാനുള്ളത് എന്തായാലും പറ്റും. ഇറ്റ്സ് ജസ്റ്റ് എ ഹാൻഡ് എന്നല്ലേ പറയുന്നത്. അപ്പം എനിക്ക് ഞാൻ പറഞ്ഞു വെച്ചാൽ
ഫോർ ഷോഡിങ് ആണോ ലൈക്ക് ഫൈനൽ എനിമി, നമുക്ക് അങ്ങോട്ട് ആ സെക്ഷനിലോട്ട് പോകാം. ഫൈനൽ എനിമി ഷാങ്ക്സ് ആയിരിക്കോ, ഇമു ആയിരിക്കോ, ബ്ലാക്ക് ബേർഡ് ആയിരിക്കോ? എന്ത് തോന്നുന്നു? ഫൈനൽ എനിമി, ലൂഫിയുടെ ഫൈനൽ എനിമി ആരായിരിക്കും? കാരണം ഇപ്പം അത് ഭയങ്കര ഇതാണ്. കാരണം ഇമൂന്നൊരു ക്യാരക്ടർ മുമ്പില്ല, അപ്പം നമ്മൾ വിചാരിച്ച് ബ്ലാക്ക് ബീഡ് ആയിരിക്കുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കിൽ എനിക്ക് നോക്കുമ്പം ഷാങ്ക്സ് ആവാനാണിത്. എന്ത് അവിടെ ബ്ലാക്ക് ബിയർഡ് doesn't care about any of this. Okay. അതാ ബ്ലാക്ക് ബീഡിന് എന്താ വേണ്ട ആക്ച്വലി? ബ്ലാക്ക് ബിയർഡിന് ഇമുവിന്റെ കസേര വേണം. വേൾഡ് ആണ് ആവശ്യം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മുടെ റോക്ക് ഡി സെബക്കിന്റെ അതേ ഡ്രീമാണ് ഇയാൾക്കുള്ളത്. അതായത് ഡ്രീം ഹാസ് നോ എൻഡ്. അതാണ് പുള്ളിക്കാരന്റെ ഡയലോഗ് ബ്ലാക്ക് ബീഡിന്റെ. അതായത് ഡ്രീം ആക്കി എൻഡ് ഇല്ല, അതുകൊണ്ട് ഏറ്റവും എൻഡിങ് ഡ്രീം എവിടാണ് എക്സ്റ്റെൻഡ് ആയിട്ട് എവിടെ വരെ നമുക്ക് ഡ്രീം ചെയ്യാം, ആ ഡ്രീമാണ് പുള്ളിക്കാരൻ്റെ ഡ്രീം. അതെന്ന് പറഞ്ഞാൽ വേൾഡ് ഒന്നിച്ച് ഭരിക്കുക, ഒറ്റയ്ക്ക് ഭരിക്കുക. അതാണ് വേൾഡ് ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്, ഇമു ചെയ്യുന്നതാണ്. ഇമുവിന്റെ കസേരയിലോട്ട് അപ്പം എത്തണം. പക്ഷേ ബ്ലാക്ക് ബിയർഡ് ഇമുവിനെ നേരിട്ട് അറ്റാക്ക് ചെയ്യാനോ അങ്ങോട്ട് പോകാനോ നോക്കത്തില്ല. കാരണം മോർ ലൈക്ക് മാനിപ്പുലേറ്റർ ആണ് ബ്ലാക്ക് ബിയർഡ് എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ മാനിപ്പുലേറ്റർ കറക്റ്റ് ടൈമിംഗ് ആണ് പുള്ളിക്കാരന്റെ കഴിവ്. അതായത് എവിടെ ഫൈറ്റ് തീർന്ന് ഫൈറ്റ് കഴിഞ്ഞ് രണ്ടവന്മാരും കടിച്ചു പറിച്ച് ചാവാറായി ആരാണോ ജീവൻ നടക്കുവാണെങ്കിൽ ബ്ലാക്ക് ബീഡ് വരും. ബ്ലാക്ക് ബിയർഡ് അവിടെ വരും. ഒന്നെങ്കിൽ ലൂഫിയുടെ അലയാണെന്നും പറഞ്ഞു വല്ലതും വരുമായിരിക്കും, അല്ലെങ്കിൽ ഒരു അലയൻസിന്റെ കൂടെ വരും. പോസിബിലിറ്റി ഉണ്ട്. ഇതിലുണ്ട് പൈററ്റ്സ് ഓഫ് ദ കരീബിയനിൽ ലാസ്റ്റ് എല്ലാ പൈററ്റ്സും കൂടെ ചേർന്ന് മറ്റേമാരെ അറ്റാക്ക് ചെയ്യുന്നില്ല മറ്റേ. പക്ഷെ അവിടെ ബ്ലാക്ക് ബിയർഡ് അതിന് കൂടെ ചേർന്ന് നടത്തില്ല. ബ്ലാക്ക് ബിയർഡ് ചേർന്ന് തന്നെ ലാസ്റ്റ് തേക്കും, അത് ഉറപ്പാ, അത് എല്ലാവർക്കും അറിയായിരിക്കും ബ്ലാക്ക് ബിയർഡ് തേക്കുന്നുള്ള. ഒന്നെങ്കിൽ അലയൻസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിന്റെ കൂടെ വരും. പക്ഷെ ഇതിനിടയ്ക്ക് ഒരു ക്യാരക്ടർ കിടപ്പുണ്ട്, ആക്കിജി സ്പൈ ആണെന്നാണ് നിഗമനം. പക്ഷേ എനിക്ക് തോന്നുന്നു സോഡിന്റെ സ്പൈ ആയിട്ട്. പക്ഷെ എനിക്ക് ഷാങ്ക്സിലാണ്. എനിക്ക് ഷാങ്ക്സ് മറ്റേ എന്താ പറയാ എല്ലാത്തിലും കളിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഷാങ്ക്സ് മറ്റേ എല്ലാ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്ലാൻ, ഒരു ഐസൻ ഒരു വൈബ് കിട്ടുന്നുണ്ട് എനിക്ക്. അതായത് ഷാങ്ക്സ് മറ്റേ കൈ കൊടുത്തത് ലൂഫിയുടെ അടുത്ത് അല്ലേ, ലൂഫിയുടെ മറ്റേ ഇമോഷണലി അറ്റാച്ച് ചെയ്ത് മറ്റേ കൈ കൊടുത്ത് ഞാൻ നിനക്ക് രക്ഷിക്കാൻ വേണ്ടിയാണ് എന്റെ കൈ തന്നാലേ മറ്റേ ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൈ കൊടുത്തു. ലൈക്ക് ഫുള്ളി പ്ലാൻഡ് ആണ്. ഐസൻ ആദ്യം കണ്ടിയാന്നല്ലോ ഇത്ര നല്ലൊരു പുളുന്താൻ വേറെ ഇല്ലെന്ന് പറഞ്ഞ ആദ്യം കാണിക്കുന്ന ഐസനെ. എനിക്ക് ഷാങ്ക്സ് ആണ് എൻ്റെ ഇതില് ഏറ്റവും ഫൈനൽ എനിമി. ഷാങ്ക്സ് ആയിരിക്കും. ഇമു ആക്ച്വലി നല്ലവനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലും തലക്കടിച്ച് കോൺട്രവേഴ്സി ആലോചിച്ച് ഇമു നല്ലതായിട്ട് ലിലീസിന്റെ 2 പറഞ്ഞ് തീർത്ത് കളഞ്ഞു. അതല്ല, ഇമു നല്ലതായാണ് തന്തപ്പണീനെ തീർത്ത് കളഞ്ഞത്. വിവിയുടെ തന്തപ്പണീനെ തീർത്ത നല്ല ആളായോണ്ടാണല്ലോ. അതാ ലൈക്ക് അതിന്റെ ഇതാ ഞാൻ പറയുന്നേ. അതായത് ഇമ്മുവും ലിലി ഇല്ലേ, ലൈക്ക് ഫോട്ടോ നമ്മൾ കാണുന്നുണ്ടല്ലോ ഒരു മാങ്ക പാനലില് കറക്റ്റ് കാണുന്ന ഫോട്ടോ. ലൈക്ക് അതാ പറഞ്ഞ ഒരു ഹസ്ബൻഡ് തിയറി. നമ്മളെ വീട്ടില് നമുക്ക് വേണമെങ്കിൽ ആര് വേണമെങ്കിലും ഫോട്ടോ വെക്കാം. എന്റെ വീട്ടില് സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ഫോട്ടോ എടുത്താൽ സച്ചിൻ എന്റെ ഭർത്താവാണെന്നാണോ അർത്ഥം, അല്ലെങ്കിൽ ഭാര്യയാണെന്നാണോ അർത്ഥം. ഇമ്മുവിനെ പോലെ ഒരു ക്യാരക്ടർ ലിലിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ എന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ലിലി ആയിരുന്നു മുമ്പത്തെ. ഫോട്ടോ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ലൂഫി എന്ത് ഫോട്ടോ കാണിച്ചിട്ടുണ്ടല്ലോ. അതാണ് ഞാൻ പറയുന്നത്. അതല്ല ഞാൻ പറയുന്നത്, ഞാൻ ഇത് ഫ്രെയിം ചെയ്ത് വെച്ചു. ലിലി ഇമുവിന്റെ ചിലപ്പോ മറ്റേ ഗേൾഫ്രണ്ട് അല്ല, ഐ മീൻ വൈഫ് ആയിരിക്കാം. ലൈക്ക് അവരായിരിക്കും മറ്റേ ഓപ്പി നോമി ഇല്ലേ അതിന്റെ യൂസർ. ഫസ്റ്റ് ഓഫ് ആൾ ഓട റൊമാൻസിനെതിരാണ്. അതുകൊണ്ട് ഞാനൊരു റൊമാൻസ് ഇപ്പൊ ലിലി ഇമുവും കൂടി മറ്റേ ബീച്ചിന്റെ സൈഡിൽ കൂടി കൈ പിടിച്ചോണ്ട് ഓടുന്ന സീനൊന്നും ഞാൻ എന്തായാലും ഞാൻ ഇതിനകത്ത് പ്രതീക്ഷിക്കുന്നില്ല. ഫോർ സമൺ ഹു ഈസ് അഗെയിൻസ്റ്റ് റൊമാൻസ് ഹി ക്യാൻ റൈറ്റ് ദ ബെസ്റ്റ് ലവ് സ്റ്റോറി. ശരിക്കും നിങ്ങൾ വിചാരിക്കുന്നോട്ടോ അവസാനമായിട്ട് ഇമു ലിലിയും കൂടി കൈ പിടിച്ചോണ്ട് ഓടുന്ന സീൻ കാണിക്കുന്നു. നീ ഈ പറയുന്ന തിയറി ഞാനത് കണ്ട, ആ വീഡിയോ ഞാൻ കണ്ടതാണ്. ജോയ് ബോയിനെ മീറ്റ് ചെയ്യുന്നു, പിന്നെ ടീം മാറുന്നു, എന്നിട്ട് ഡി മിഡിൽ നെയിം സ്വീകരിക്കുന്നു. ഒരു സ്റ്റൈൽ ഇല്ല അതിന്. ടൂ മച്ച് ഡ്രാമ. അതായിരിക്കും ചിലപ്പോ ഓട ഉദ്ദേശിക്കുന്ന സാധനം. ഓട എന്താണ് ടൂ മച്ച് ഡ്രാമേനെ കാട്ടി ഒടുക്കത്തെ ട്വിസ്റ്റ് ആണ് ഓടയുടെ സാധനം. അമ്മയായിരിക്കാം, നമ്മള് 100 തിയറി ഉണ്ടാക്കുമ്പോ ചിലപ്പോ മോളായിരിക്കാം, അല്ലെങ്കിൽ മോനായിരിക്കാം.
അടുത്ത കൂട്ടുകാരനായിരിക്കാം. ഇനിയിപ്പോ ഓടെ LGTV ഇറക്കുകയാണെങ്കിലോ LGTV ആവാം, എങ്ങനെ എന്തും ആവാം. അതെനിക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ ബ്രൊമാൻസ് ആവാം വേണമെങ്കിൽ. പോസിബിൾ ആംഗിൾ ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം. പോസിബിൾ ആംഗിൾ ആണ്. കാരണം ലിലിന് ഒപ്പി നോമിയിലേക്ക് ഇമു ജീവനോട് ഇരിക്കണമെന്ന് പറഞ്ഞ് ഈ ലിലി സാക്രിഫൈസ് ചെയ്തതാവാം. സാക്രിഫൈസ് മാത്രല്ല, ഓപ്പിനോമി പിടിച്ചു കഴിഞ്ഞാൽ ചെയ്തേ പറ്റൂ. അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത്. ഗൊരോസെ ഇപ്പൊ ഇത്ര ഈ 5 ഇമ്മോർട്ടലായി, ഇതും ഇമ്മോർട്ടലായതും ഒക്കെ ഈ പറഞ്ഞ ഓരോരുത്തരെ വെച്ച് ഇങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്ത് അവരെ കൊല്ലിച്ച് ഓപ്പനോമി മാറ്റിയാണെന്നാണ് തോന്നുന്നത്. ഒന്നെങ്കിൽ അത്, അല്ലെങ്കിൽ ബോണിയുടെ ബോഡിയിൽ ചെയ്ത സെയിം സാധനം ഓപ്പനോമിയുടെ സാധനം എക്സ്ട്രാക്ട് ചെയ്ത് എല്ലാ എണ്ണത്തിനും കൂടെ കൊടുത്തു. കാരണം വേറെ ഒരു തരത്തിൽ ഇമ്മോർട്ടാലിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് വൺ പീസ് ഇതുവരെ പറഞ്ഞിട്ടില്ല. ചിലപ്പോ വൺ പീസ് അതാണെങ്കിലോ ഇമ്മോർട്ടാലിറ്റി കിട്ടുന്നതാണെങ്കിലോ. അങ്ങനെയാണെങ്കിൽ ജോയ് ബോയ് ഇമ്മോർട്ടലുണ്ട്. ജോയ് ബോയുടെ ട്രഷറിൽ എന്നാണ് പറയുന്നത്, പറയപ്പെടുന്നത്. ട്രഷർ എന്നാണ് പറയപ്പെടുന്നത്. ചിലപ്പം ജോയ് ബോയുടെ ട്രഷർ ആണെന്നാണ്. ചിലപ്പോ ഇമോ ആണ് ജോയ് ബോയെങ്കിലോ. ഞാൻ പറഞ്ഞ വെച്ചാ ഇത് ചെയ്യുമ്പോ നമ്മളെ മൈൻഡ് കറക്റ്റ് ആവുന്ന, ലൈക്ക് ജോയ് ബോയ് മറ്റേ അതായിരിക്കാം മറ്റേ ഇതിൽ കൊടുക്കുന്നത്. അതായത് ഇമോർട്ടാലിറ്റി നിങ്ങൾക്ക് കിട്ടും, പക്ഷെ ഇറ്റ്സ് എ കേഴ്സ്. സോ യു തിങ്ക് ദാറ്റ് ഓഡ ഈസ് സ്റ്റോൺഡ്. ആലോചിച്ച് നോക്ക്. ലെറ്റ് മീ എക്സ്പ്ലെയിൻ. ചില പറയുന്ന ലാഫ് ടൈലിൽ എത്തുമ്പോഴേക്ക് അവർ ചിരിക്കുന്ന പറഞ്ഞില്ല. അതായത് ഈ ഇമോർട്ടാലിറ്റി നിങ്ങളെ ഈവിളായെന്നല്ല, ലൈക്ക് മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഇത് കേഴ്സ് ആണ്. ലൈക്ക് നിങ്ങൾ ഇമോർട്ടാലിറ്റി അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൂടെ ഉള്ളവർ ലൈക്ക് കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും. ഇപ്പൊ ഇവക്ക് പറ്റിയ അതേ അവസ്ഥ നമ്മളെ ഓടന്റെ ഭാര്യക്ക്. അവര് ഒരുപാട് പേരുടെ ഡിവൈസുകൾ കണ്ട് ആണ് അവസാനം പിന്നെ ഇവിടെ വന്നിട്ട് ഞാൻ ടൈം ട്രാവൽ ചെയ്യുന്നില്ല. ബ്രൂക്ക് ലൈക്ക് അങ്ങനത്തെ ഉള്ള റോജർ പൈററ്റ്സ് അല്ലെങ്കിലും പൊട്ടന്മാരാണ്. ലൈക്ക് ദേ ഔട്ട് ഓഫ് ദിയർ മൈൻഡ്. സോ അവന്മാർ ഇത് കേട്ടപ്പോ ലൈക്ക് ആണ് ശരിയാണ്. ബ്രൂക്ക് മരിക്കുന്നത് കാണിച്ച് നിർത്താൻ അത്തവനെ എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇത്രയും പേരുടെ മരണവും ബ്രൂക്ക് കാണും. ലൂഫിയുടെയും സോറോടതും എല്ലാവരുടേതും ബ്രൂക്ക്. കാരണം ബ്രൂക്കിന് സൂയിസൈഡ് ചെയ്യാനൊക്കെ എളുപ്പമാണ് കേട്ടോ. വെള്ളത്തിൽ ചാടിയത് കടലിൽ ചാടിയ ചാവും. നേരെ ചെന്നൊരു മതിലിടിച്ചിട്ട് കടലിലോട്ടങ്ങ് തെറിച്ച് വീണാ മതി. ഫോണൊക്കെ സൈലന്റ് ആക്കി വെക്കണമേ. സോറി ഗൈസ്. എനിക്ക് വൺ പീസും മറ്റേ ഇതുമാണ് കിടക്കുന്നത്. ഞാൻ നത്തിങ്ങിന്റെ ഒറിജിനൽ ടോൺ. സോ എന്താണ് പറഞ്ഞത്? ഏത് ജോയ് ബോയ് അതുമല്ല, ജോയ് ബോയ് ജയന്റ് ആണ്. കണ്ടിട്ട് എവിടെ കണ്ടിട്ട് ജയന്റ് ആണെന്ന് തോന്നുന്നു. ഇമു ആ തൊപ്പിയുടെ അടുത്ത് പോയി നിക്കണത് കണ്ട. ഇനി ഒരു 1000 ആന ഉറുമ്പ് പോലെ ഉണ്ട്. 1000 വർഷം ലൈറ്റ് എടുത്തെന്ന് പറയും വേണമെങ്കിൽ. സ്പെക്കുലേഷൻ ആവാലോ. അതെ, നമുക്ക് ജോയ് ബോയ് വാസ് ഡിഫീറ്റഡ് ബൈ വേൾഡ് ഗവൺമെന്റ്. ആ 20 ഗവൺമെന്റ് അലയൻസ്, ഹി വാസ് ഡിഫീറ്റഡ്. അതാ ഇനി ഡിഫീറ്റ് ചെയ്ത ആളെങ്ങനെയാണ് അവിടെ അല്ല ഈ പറഞ്ഞ ലില്ലി ഇനിയിപ്പം പോസിറ്റീവ് ആണോ അതോ ഒരു ആന്റി ഹീറോ ആണോ അതോ ഒരു ബിട്രയൽ മണക്കുന്നുണ്ടോ? ലില്ലി ആണോ എന്നുള്ളത് എനിക്ക് ഇടയ്ക്ക് വെച്ച് സ്പെക്കുലേറ്റ് ചെയ്തായിരുന്നു ഞാനത്. കാരണം ലില്ലി ആണോ ഇമു എന്ന് പറഞ്ഞത് അത് എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് കോൺസെപ്റ്റ്. ലൈക്ക് നിങ്ങളെ ഇത് ഉള്ളതാണ്. ലില്ലു ആണോ ഇമു എന്നുള്ളത് ലൈക്ക് ഇഫ് യു തിങ്ക് അബൌട്ട് ഇറ്റ്. കാരണം ഇപ്പം ലിലിയെ പറഞ്ഞിരിക്കുന്നത് ഒരു പാവം ആ ഒരു ഇതിനകത്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴ് കോബ്ര ഓൾറെഡി കണ്ടു ആരാണ് ഇമു എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇമു കീച്ചേൻ ചെയ്തു കോബ്ര. സോ ചാൻസ് അല്ല എന്റെ അമ്മൂമ്മയാണോ ചേച്ചി? ഗ്രേറ്റ് ആൻസസ്റ്റർ അമ്മൂമ്മ ചേച്ചിയെ അല്ലല്ലേ, സോറി ഗൈസ്. ഓക്കെ, അപ്പൊ ലൈക്ക് അത്ര ഇത് ലൈക്ക് എന്തായാലും അവരൊരു ഫോട്ടോ ലൈക്ക് ഇങ്ങനെ ഇത് ലെജൻഡറി സംഭവമാണല്ലോ. അങ്ങനെ വല്ലതും കണ്ടു കാണാം, അതുകൊണ്ടായിരിക്കോ. അത് മാത്രമല്ല ഇവളെ ടാർഗറ്റും ചെയ്യുന്നുണ്ട്. വേറെ ഇതിന്റെ ഇടയിൽ നമ്മൾ മിസ് ചെയ്ത ഒരാളുണ്ട്. സാബോയും കണ്ട് ഇമൂനെ. സാബോ ഇവിടുന്ന് എസ്കേപ്പ് അടിച്ച്
സാബു മാത്രമല്ല വേറൊരുത്തനോട് കണ്ടിട്ടുണ്ട്. മറ്റേ മറ്റേ അവന്റെ ജീവിതം ഇങ്ങനെ ഒരു കുരിശും വേല. നമ്മളെല്ലാരും മറന്ന ക്യാരക്ടറാണ് വാപ്പോൾ. മറ്റേ ഇപ്പൊ മറ്റേ ഇവനെ ഒളിവില്ല വാപ്പോളൊക്കെ. വാപ്പോൾ മറ്റേ ഇവനെ വിളിച്ചോണ്ടിരിക്കുകയല്ലേ മറ്റേ പത്രത്തിന്റെ മോർഗന്റെ കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. മോർഗന്റെ കൂടെ ഉണ്ട്, വാപ്പോളും ഉണ്ട്, വിവിയും ഉണ്ട്. സാബു ഓടുന്നപ്പോഴേ തെറിച്ച് ലുലൂഷയിൽ പോയി, ലുലൂഷയും തെറിച്ച് ഇവിടെ ഇവന്മാരോട് എക്സൈറ്റിംഗ് ടൈംസ്. മാങ്ക റീഡേഴ്സിന് എക്സൈറ്റിംഗ് ടൈംസ് ആണ് ഇനി വരുന്നതെന്നുള്ളതാണ് എൻ്റെ ഒരു ഇത് അല്ലേ ബേസിക്കലി. സോ ഇനി എനിക്ക് തോന്നുന്നു ബാക്കി കുറച്ച് ക്യാരക്ടേഴ്സ് അനാലിസിസ് ആണ്. നെക്സ്റ്റ് അല്ല വൺ മോർ തിങ്. ആ സീൻ അപ്പോ ആനിമേല് കാണിച്ചായിരുന്നോ? ഇല്ലല്ലോ. ഏതാ? ഈ എത്തിയിട്ടില്ല. എത്താറായല്ലോ അപ്പൊ? ഇല്ല, 1100 ആയതേ ഉള്ളൂ. അതല്ല 1100 ആയില്ല, 1900 ആയുള്ളൂ. 100 അടിക്കാൻ വഴിയില്ല. ഐ ഡോണ്ട് തിങ്ക് 1100 ലുലൂഷ്യ നശിക്കുന്ന ഓൾറെഡി കാണിച്ചല്ലോ. റാൻഡം സെർച്ച് ചെയ്തു കാണിച്ചു. അപ്പൊ അടുത്ത സീൻ കാണിക്കുന്നത് ഇത് ഇവിടെയാണ് കാണിക്കാനുള്ളത്. അതേപോലെ തന്നെ ലോയും ബ്ലാക്ക് ബിയർഡ് തമ്മിൽ അല്ല ലോ ഇപ്പൊ മറ്റേ അത് കാണിച്ചു. ഷാങ്സ് കാണിച്ചിട്ടില്ല. അത് കാണിച്ചല്ലേ? ലോഡ് ഇത് കാണിച്ചില്ലേ? ലോയും ബ്ലാക്ക് ബിയർഡ് ഫൈറ്റ് കാണിച്ചല്ലോ. കാണിച്ചല്ല. ഷാങ്സിന്റെ ഫൈറ്റ് കാണിച്ചിട്ടില്ല. ഷാങ്സ് കിഡ് അവസാനം അത് ഇന്നാണോ ഇന്നത്തെ ആണെന്ന് തോന്നുന്നു. ഞാൻ ജസ്റ്റ് ഒരു ഇൻസ്റ്റയിലൊരു ഇത് കണ്ടായിരുന്നു. അത് ഇന്നത്തെയോ അല്ലെങ്കിൽ അടുത്ത? അതോ അങ്ങനെയാണെങ്കിൽ എത്രയോ നേരം മുമ്പ് ഇത് ഇറക്കണുള്ളതാ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിവിടെ എൻട്രി ആവുന്ന സമയത്താണ് അതവിടെ നടക്കുന്നത്. ഈ സ്ട്രോ ഹാറ്റ് പൈറേറ്റ്സ് എൻട്രി ആവുന്ന സമയത്താണ് ഇവിടെ നടക്കുന്നത്. മാങ്കേല് അങ്ങനല്ലല്ലോ കാണിക്കുന്നത്. ഇതാ മാങ്കേല് അവർക്ക് തോന്നുമ്പോ റെവറി എടുത്തിടുന്നതാണല്ലോ. അല്ല, അങ്ങനെ ഒരു കാര്യമുണ്ട്. പക്ഷേ ഇനി തോന്നുന്നു ക്യാമറാമാനെ കിടന്നുറങ്ങാനൊന്നും പറ്റൂല. കൂർക്കമലി കേട്ട് കഴിഞ്ഞാൽ കുപ്പി എടുത്തെറി. പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. അതാ പറഞ്ഞേ. ഞാൻ പറഞ്ഞ ഫിഷർമാൻ ഇല്ലേ, അങ്ങനെയാണെങ്കിൽ വെള്ളത്തിനടിയിലാണ് സിറ്റി ലൈക്ക് ഫുൾ വേൾഡ് പോയെങ്കിൽ ഫിഷർമാൻസ് മ്യൂട്ടൻസ് ആണോ? ലൈക്ക് അവർക്ക് എന്തെങ്കിലും അതിന്റെ ഒരു ഇത് കാണണ്ടേ? അവര് മ്യൂട്ടൻസ് ആണോ എന്നുള്ളത് എനിക്കൊരു സംശയമുണ്ട്. അല്ലേ? ഓക്കെ, മ്യൂട്ടൻസ് ആണെന്ന് വെച്ചോ. ഓക്കെ, ഇത് നേരത്തെ അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് അവർക്കെതിരെയുള്ള ഡിസ്ക്രിമിനേഷൻ. അതാണ് ഞാൻ പറയുന്നത്. കാരണം അവരെ മറ്റേ സൈലൻസ് ചെയ്യുക. എല്ലാത്തിലും ഓവർ റേറ്റഡ് ഫക്കാണ് ഫിഷ്മാൻ. ഓക്കെ, അവർക്ക് ഇത്രയും അപ്പൊ വേൾഡ് മുങ്ങിക്കഴിഞ്ഞാൽ അവിടുത്തെ രാജാവ് ഫിഷർമാനാണ്. അതല്ലേ ഇതുള്ളൂ. അതുകൊണ്ടായിരിക്കും ഫിഷ്മാനെ ആദ്യമേ നശിപ്പിക്കാൻ തോന്നുന്നു. അതാ ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ ഈ ഇതിന്റെ പോയിന്റ്സ് എഴുതിയപ്പോൾ ഞാൻ ആലോചിച്ച സംഭവം ലൈക്ക് ഫിഷ്മാൻസിന്റെ അപ്പം അവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഇല്ല. എനിക്കൊന്ന് പഴയ നമ്മൾ കടന്നു വന്ന മറ്റേ എല്ലാ ആർക്കിന്നും ഓരോരുത്തരായിട്ട് ഇങ്ങനെ കീച്ച് വരുക അല്ലേ? ആലോചിച്ച് നോക്കെ, ഒരാർക്കും വിട്ടിട്ടില്ല, എല്ലാവരും തന്നെ. ഈ ഇടയ്ക്ക് മറ്റേ ഇവനെയും കാണിച്ച് സ്കൈപ്പി ആർക്കിലോട്ട് പോകുന്നവൻ നോളന്റ് ഉണ്ടല്ലോ. നമുക്ക് പോയാലോ അടിയിൽ ഇനി നോളന്റെ ആ ഒരു പ്രൊഡസസർ കാണിച്ചിട്ട് അവൻ പോലും അങ്ങേര് പോലും ഇല്ലായിരുന്നു ആ സമയത്ത്. ലൈക്ക് അത് പോയാലും ലൈക്ക് അങ്ങനെ എല്ലാരും ഇങ്ങനെ മറ്റേ സ്റ്റാർ ടീം ഫോം ചെയ്യുന്നത് പോലെ മറ്റേ വെട്ട സിനിമയിലെ പോലെ എല്ലാത്തിനും ഇങ്ങനെ വളച്ച് കൊണ്ടുവരുന്നുണ്ട് അല്ലേ? അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സംഭവം. ഒരു മാസ ഫീൽ ഉണ്ട്. മറ്റേ എൽബാഫൊക്കെ എന്തായാലും മാസം വരാണ്ടിരിക്കില്ലല്ലോ. കാരണം ഇനിയിപ്പോ എൽബാഫും കൂടെ ഉള്ളൂ. എൽബാഫ് ഞാൻ അടുത്ത ഫൈനൽ ആർക്കാം. അല്ല, എൽബാഫ് കഴിഞ്ഞിട്ട് ഫൈനൽ ആർക്കാം. ആദ്യം ഒറ്റക്കണ്ണം വരട്ടെ, എന്നിട്ടല്ലേ ബാക്കി. എനിക്ക് തോന്നുന്നു ഒറ്റക്കണ്ണം ലോക്കിയാണ് ആവാനുള്ള സാധ്യത നല്ല രീതിയിൽ കൂടുതലാണ്. പക്ഷെ നമുക്ക് അറിയാവുന്ന ഒറ്റക്കണ്ണൻ, ഒരു ഫേമസ് ഒറ്റക്കണ്ണനുണ്ട് ലോക്കിയുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ഒറ്റക്കണ്ണൻ. ഓടന് ലൂഫിയായിട്ട് അല്ല, ലൂഫിന്ന് ലോക്കിയുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ഒരു ഒറ്റക്കണ്ണൻ നമുക്കറിയാവുന്ന ഒരു ഒറ്റക്കണ്ണൻ എന്ന് പറഞ്ഞത് ഓഡിൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട്. മിത്തോളജി, ആസ് പെർ മിത്തോളജി ലോക്കിയുടെ തന്ത ഓഡിൻ. ഒറ്റക്കണ്ണനുണ്ട്. പിന്നെ അല്ലെങ്കിൽ പിന്നെ പൈറേറ്റ്സിനെ നോർമൽ തന്നെ പുള്ളിക്കാരൻ്റെ അടുത്ത് ആദ്യം മുതൽ ഞാനിപ്പം ഫസ്റ്റ് മാങ്കയുടെ സ്റ്റാർട്ടിങ് ഞാൻ വായിച്ചു തുടങ്ങിയപ്പോൾ തന്നെ അതിനകത്ത് തന്നെ SBS ഇല്ല. അതായത് ഏകദേശം 10-15 SBS കഴിയുമ്പോൾ തന്നെ അന്ന് മുതൽ, അതായത് 24-25 വർഷങ്ങൾക്ക് മുമ്പ് പോലെ തന്നെ ഒടയടുത്ത് ചോദിക്കുന്ന ചോദ്യമാണ് എന്തുകൊണ്ട് പൈറേറ്റ്സിന് ഈ ഐപാച്ച് ഇല്ലെന്ന്. കാരണം പൈറേറ്റ്സിനെ വർഷങ്ങളായിട്ട് ഐപാച്ച് ഇട്ട് കാണിച്ചാണ് നമുക്ക് ശീലം. ഒറ്റക്കണ്ണന്മാരുള്ള പൈറേറ്റ്സും ഉണ്ട്.
സോറോടെ സത്യം പറഞ്ഞാൽ സോറോയ്ക്ക് ആ കണ്ണ് ഉണ്ടെന്നാണ് തോന്നുന്നത്. കാരണം എന്താ അറിയോ, ഈ പറഞ്ഞ കിങ് ഓഫ് ഹെല്ല മറ്റേ ആ ഒരു ഷിനിഗാമിയെ കാണിക്കുമല്ല, ആ സമയത്ത് അതിന്റെ ആ ഷിനിഗാമിയുടെ കണ്ണ് ഏതാ തുറന്നിരിക്കുക, ചുമന്ന കളർ കാണിക്കുന്നത്, ഇവന്റെ ഇടത്തെ കണ്ണാണ് കാണിക്കുന്നത്. ഒരു ഇടത്തെ കണ്ണ്, ആ ഇടത്തെ കണ്ണാണ് അതിനകത്ത് ചുമന്ന് നിൽക്കുന്നത്, ആ ഒരു ഷിനിഗാമിയുടെ. അത് ബേസിക്കലി സോറോടെ ഏത് പവർ അത് കാണിക്കുമ്പോഴും സോറോടെ ഒരു ഈവിളായിട്ടാണ് കാണിക്കുന്നത്. ആശുര മോഡ്, ആശുര അതല്ല, ഈ ഷിനിഗാമി അവന്റെ അവസാനം അവന്റെ ലൈഫ് എടുക്കാൻ വേണ്ടി വരുന്നെന്ന് ഇങ്ങനെ പറയുന്ന ഒരു സാധനമില്ലേ, ആ സമയത്ത് വരുന്ന ഒരു ഷിനിഗാമി ഉണ്ടല്ലോ, അതിന് ഇവന് നോർമലി തന്നെ ഇടത്തെ കണ്ണില്ല. പക്ഷെ ആ ഒരു വരുന്നൊരു ഇതിന് ഇടത്തെ കണ്ണ് മാത്രമേ ഉള്ളൂ. എനിക്ക് ഏറ്റവും വലിയ ഐറണി അല്ല, എനിക്ക് സോറോയുടെ മറ്റേ റൺ ചെയ്ത് അവസാനം ഇതിനകത്ത് ഇവിടൊക്കെ പോയത്. അതല്ലടാ, സോറോയുടെ മാസ്റ്റർ ഇല്ലേ, അത് ഞാൻ ഒരു വീഡിയോ ഇതായിട്ട് കണ്ടു. മറ്റേ ആ ഫൈനൽ മറ്റേ എൽഡറില്ലേ, എൽഡറുമായിട്ടുള്ള അടിയിലാണല്ലോ ഇപ്പൊ സോറ നിൽക്കുന്നത്. സെയിം സോഡാണ്, ലൈക്ക് വാനൂര് മറ്റേ ലൂഫി എടുത്ത് ഇങ്ങനെ എന്താണ് പറഞ്ഞെടുത്ത ഒരു ഗോമു സന്താകിച്ചു. അതായത് മൂന്നാമത്തെ അല്ലേ ഇവന്റെ ഇരിക്കുന്നത്, രണ്ടോ ഇനി ഒന്നാമത്തെ ആയിരിക്കും ചിലപ്പോ ഈ ഇരിക്കുന്നത്. അല്ല അതിനകത്ത് ഈ ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു ഫോർഷാഡോയുണ്ട്, ഈ ഇത് യൂസ് ചെയ്യുന്നത് ആള് മരിച്ചു പോകുന്നതിന് കാരണം ഇതിന്റെ കേഴ്സ് അല്ല, അയാൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അതിന്റെ നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള ആളിന് മാത്രമേ ഇത് യൂസ് ചെയ്യാൻ. സോഡിന് അതിന്റെ യൂസർ സോഡ് അതിന്റെ യൂസറിനെ ചൂസ് ചെയ്യും. ബേസിക്കലി അതാണ്. ഇപ്പൊ നിന്നെ ചൂസ് ചെയ്യില്ലെങ്കിൽ നിന്നെ കൊല്ലും, അത്രേ ഉള്ളൂ. ലൈഫ് ഊറ്റിയെടുക്കുന്നു, വലിച്ചെടുക്കുന്നു. സോറോനെ ടെസ്റ്റ് ചെയ്തതിന് കൈയും കണക്കൊന്നുമില്ല. ലാസ്റ്റ് മറ്റേ ഇച്ചിരി വീക്കായ നീ വീക്കായല്ലേ സീനാണ്. സോ അതുപോലെ ലൈക്ക് അതാ പറഞ്ഞ മറ്റേ ആ എൽഡറും സോറോയും തമ്മിൽ കുറച്ചുകൂടെ ഒരു കണക്ഷൻ ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു. മേ ബി ദാറ്റ് ഗൈ ഈസ് ഒറിജിനലി ഫ്രം വാനോ. സാധ്യത ഉണ്ട്. ഗാന്ധിയുടെ ലുക്കും വാനോയുടെ ഡ്രസ്സും ആണ്. ലൈക്ക് ഫുള്ളൊരു ബേസിക്കലി ആ സാമുറായി. അങ്ങനെ എപ്പോ കാണുമ്പോഴും അങ്ങനെ കയ്യിൽ സോഡുണ്ട്, ബാക്കി ആരെയും സോഡ് മാത്രമല്ല, പുള്ളിക്കാരൻ ഒരു സ്പോർട്സ് മാസ്റ്റർ എന്ന് പറഞ്ഞാൽ അവിടെ ഏറ്റവും നല്ല സ്പോർട്സ്മാൻസ് മിക്കവാറും വരുന്നത് വാനോ എന്നാണ് അല്ലേ. മിഹോക്ക് എവിടെന്നോ വന്നു, എന്തിനോ വന്നു ആ സംഭവം. പക്ഷെ എനിക്കൊന്നും സോറോയും ആ എൽഡറും തമ്മിൽ ഒരു കണക്ഷൻ അതല്ല, സംഭവം ഉണ്ടോ എന്നുള്ള ഇതുണ്ട്. Maybe for some old Wano connection. Zoro is technically from Wano. Yeah. എന്തെങ്കിലും കാണാനുള്ള ഏതെങ്കിലും വഴി ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലും അത് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാനത് കേട്ടായിരുന്നു ഒരു ബുക്കായിട്ട്. പക്ഷെ ജൂൺ 4 എന്തോന്നാണ് ഞാൻ കണ്ടത്. ചിലപ്പോ ഒരു 100-500 വർഷങ്ങൾക്ക് മുമ്പ് വല്ലോ ഗൊരോസെ നമ്മളെ നുസ്ജിറോ വല്ലോ വാനോ വഴി വല്ലോ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലോ നമുക്ക് അറിയാനൊന്നും പറ്റത്തില്ലല്ലോ. ശരിയാണ്. അല്ലെങ്കിൽ ചിലപ്പോ റൂമ കറങ്ങി സ്വഭാവത്തിന് ട്രാവലർ ആയിരുന്നല്ലോ, കൊച്ചിക്കള്ളനാണ് റിയൂമ. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു ആ ഒരു എപ്പിസോഡ്. അത് എനിക്ക് ആ ഒരു ഗിന്തോക്കിയുടെ ഒരു വൈബാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ക്യാരക്ടർ തന്നത്, റിയൂമ തന്നത്. ഗിന്തോക്കിയുടെ ഒരു വൈബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഒന്നും അറിയാതെ മാവട്ട പോലെ ഇങ്ങനെ കറങ്ങാൻ ഞങ്ങൾക്ക് നമ്മുടെ റുറോണി കെൻഷനില്ല അവൻ്റെ കണക്ക് കെൻഷനെ പോലെയൊക്കെ ആ ഒരു വൈബാണ് എനിക്ക് കിട്ടിയത്. അത് പറഞ്ഞപ്പോഴാണ് വേറൊരു സംഭവം, ജിംബെ ഒറിജിനൽ മോൺസ്റ്റർ ട്രിയോയെ തള്ളി മാറ്റുന്ന പോലെ തോന്നുന്നുണ്ട്. അത് സാഞ്ചിക്ക് പണിയാണ്. കാരണം സാഞ്ചി ഭയങ്കര ഹൈപ്പ് കിട്ടുന്നുണ്ട്. സാഞ്ചിയുടെ ഇത് കുറച്ച് വരുന്ന പോലെ ഒറിജിനൽ മോൺസ്റ്റർ ട്രിയോ മാറുന്നത് പോലെ ജിൻബെ ഇങ്ങനെ സാഞ്ചിയെ നൈസായിട്ട് തള്ളി കളയുന്ന പോലെ എനിക്ക് തോന്നുന്നു. കാരണം വേറൊന്നും കൊണ്ടല്ല, ഒന്ന് സ്ക്രീൻ ടൈം ഇപ്പൊ കുറവാണ്. സാഞ്ചി മണ്ടനാന്ന് ഞാൻ സമ്മതിച്ചത്. സാഞ്ചി മണ്ടനല്ല ഒരിക്കലും. സോറോ മണ്ടനാണ്. സോറോയ്ക്ക് ലൂഫിക്ക് ഒരേ ബ്രെയിൻസ് അല്ല ഉള്ളത്.
ആ ബ്രെയിൻ സെൽ അവർ മറ്റേ വല്ലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി അവർ രണ്ടുപേരും ഒരുമിച്ചിരിക്കുമ്പോ തൊട്ട് ഫ്രണ്ടിൽ കൊണ്ട് സാഞ്ചിനെ വെച്ചോട്. സോറോയ്ക്ക് ഭയങ്കര സിറ്റുവേഷണൽ അവയർനെസ് ആണ്, ഭയങ്കര സിറ്റുവേഷണൽ അവയർനെസ് ആണ്, മാരക ലോയൽറ്റി ആണ്. സമ്മതിച്ചേ കിട്ടില്ല ബാറ്റിലേക്കുമാണ് സോറോയ്ക്ക്. അപ്പൊ പിന്നെ എങ്ങനെ എന്താ അടിസ്ഥാനത്തിൽ മണ്ടെന്ന് പറയും? ബാറ്റിലേക്ക് ബാറ്റിലേക്ക് അങ്ങനെയല്ല എടാ. ബാറ്റിലേക്ക് എന്ന് പറയുന്നത് നീ ബാറ്റിൽ കൂടുതൽ ചെയ്യുമ്പം മറ്റേ ബോഡി മറ്റേ സെറ്റ് ആവുന്നതാണ്. എന്താ പറയാ, മസിൽ മെമ്മറി പോലെ സെറ്റ് ആവുന്നത്. ബാറ്റിലേക്കുമാണ് സോറോ. നില്ലേ അൾട്രാ ഇൻസ്റ്റിന്റ് ഗോക്കു മണ്ടനാണ്. അൾട്രാ ഇൻസ്റ്റിങ്ക്റ്റ് ആയെന്ന് പറഞ്ഞവന്റെ തലയ്ക്കകത്ത് ബ്രെയിൻ്റെ പവർന്ന് കൂടത്തില്ല. മണ്ടനാണോ? മണ്ടനാണ്. മണ്ടനെന്ന് പറയാറില്ല. നറൂട്ടോ ഇസ് നൈവ്. അത്രേ ഉള്ളൂ. അതായത് ഓൾമോസ്റ്റ് എല്ലാ MCക്ക് ഉള്ള സെയിം പരിപാടി തന്നെയാണ്. ലൂഫിയൊക്കെ പോലെ ഒരല്പ കിളിയാണ് അത്ര. അതേപോലെ തന്നെ സോറോ സത്യം പറഞ്ഞാൽ വേറൊരു ആനിമയിലായിരുന്നെങ്കിൽ വേറൊരു ആനിമയിലാണെങ്കിൽ സത്യം പറഞ്ഞാൽ സോറോ MC ആണ്. വൺ പീസിലായത് കൊണ്ട് മാത്രമാണ് സൈഡ് ക്യാരക്ടറായി പോയത്. സൈഡ് ക്യാരക്ടർ ആയിട്ടും മെയിൻ ക്യാരക്ടറിനെ കാട്ടി സപ്പോർട്ട് ക്യാരക്ടർ. സോറോയുടെ ഫൈറ്റ്സിനാണ് കൂടുതൽ ഇത്. അത് സോറോ ലൂഫിയുടെ ഫൈറ്റ്സ് അല്ല, നമ്മുടെ ഇപ്പൊ ക്രഞ്ചി റോളിനകത്ത് കഴിഞ്ഞ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള വൺ പീസ് എപ്പിസോഡ്സിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള എപ്പിസോഡ് ഗിയർ 5 ഒന്നുമല്ല, അത് സോറോയുടെ എല്ലാ ഫൈറ്റിനും ഹൈപ്പ് ഉണ്ട്. സോറോയുടെ എല്ലാ ഫൈറ്റിനും അതാ വളരെ നല്ല കാര്യം. അതാ ഞാൻ പറയുന്നത്. ലൈക്ക് സോറോയ്ക്ക് ലൂഫിയെ കാട്ടി ഇമ്പോർട്ടൻസ് ഉണ്ട്. ലൈക്ക് ബട്ട് വൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോയൽറ്റി അല്ല, ഒന്നും അല്ല. നമ്മൾ കാണുന്ന ഒരു പ്രോപ്പർ MCയുടെ വൈബാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സോറോ നമുക്ക് തരുന്നത്. എന്ന് വെച്ചാൽ ലൂഫി ഒരു ഗൂഫി ക്യാരക്ടർ അല്ല, ആ ഒരു ഇതല്ല, ഒരു മാസ്കുലിനിറ്റി, അത് സിഗ്മ മെയിൽ സാധനമുണ്ട് സോറോയില്. പിന്നെന്ന് പറഞ്ഞാൽ എന്തുവാ, ഈ പറഞ്ഞ മാസ്കുലിനിറ്റി അതാണ് ഒരു പുള്ളിക്കാരൻ്റെ മെയിൻ സാധനം. പിന്നെ പറയുമ്പോൾ ഫൈറ്റുകൾ പക്ക ഷോർട്ട് ഫൈറ്റ്, ഒരു നോർമൽ മറ്റുള്ള ആനിമകൾ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ഫൈറ്റ് ടൈപ്പാണ് സോറോയുടെ മിക്ക ഫൈറ്റുകളും. പക്ഷേ ലൂഫിയുടെ ഫൈറ്റ് നോക്കുമ്പോഴത്തേക്ക് അത് ഒരു ഓവർ ദ ടോപ്പാണ് മിക്കവാറും. കാരണം ലൂഫിയുടെ ഫൈറ്റ് അറിയാമല്ലോ, ആ ഒരു സാധനമാണ്. ലൂഫി അത് ഇപ്പൊ നഖവും പല്ലും ഉപയോഗിച്ചിട്ടാണെങ്കിൽ എന്ത് ഉപയോഗിച്ചാണെങ്കിലും ലൂഫി ജയിച്ചാൽ മതി എന്നുള്ളതാണ് ലൂഫി തിന്നുവരെ നോക്കിയിട്ടുണ്ട് ഇവ ചാവൂന്ന് അറിയാൻ വേണ്ടി. അതാണ് അങ്ങനെ. അതുകൊണ്ട് തന്നെ സോറോയുടെ ഫൈറ്റ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു അഡൽട്ട് മെറ്റീരിയലാണ്. ആ ഒരു കാര്യമുണ്ട്. പിന്നെ എനിക്ക് സോറോ കാണുമ്പോൾ തോന്നുന്നു ഒരു പ്രിഡേറ്റർ വൈബാണ് എനിക്ക്. ആനിമൽ, ഒരു വൈൽഡ് ആനിമൽ പ്രിഡേറ്റർ. നമ്മളിപ്പം ടോപ്പ് ഓഫ് ദ ഫുഡ് ചെയിൻ എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു വൈബാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ബീസ്റ്റ് വൈബ്സ് ഉണ്ട്. ബീസ്റ്റ് വൈബാണ് സോറോ തരുന്നത്. അതും വേണ്ട, ബീസ്റ്റും കൊള്ളൂല. ഭയങ്കര സീരിയസ് പ്രിൻസിപ്പിളുള്ള ഫൈറ്റ്, ബാഡാസ് ആ സാധനമുണ്ട്. ഗൂഫി ക്രിയേറ്റീവ് അടിയല്ലോ. അല്ലേ, സോറോ എന്ന് കേൾക്കുമ്പോഴേ എനിക്കിപ്പോ തോന്നുന്നത് ആ ഒരു പ്രിഡേറ്റർ, ആ ഒരു പേരാണ് എനിക്ക് കൂടുതൽ മാസ്. ബേസിക്കലി മാസാണ് സോറോയുടെ ഫൈറ്റ്സ്, മാസാണ്. ഏപെക്സ് പ്രെഡേറ്റർ വൈബാണ് ലൂഫിയുടെ. ലൂഫി എനിക്കാണ് മറ്റേ മങ്കി. ലൂഫി എന്ന് പറഞ്ഞാൽ എനിക്ക് മങ്കി വൈബ് ആത്തി പറയുന്നത്. മങ്കി ഒരു വൈബാണ് ജഡ്ജ്, ഒരു മങ്കി. അതല്ല ഒരു മങ്കി. പിന്നെ എനിക്ക് ജഡ്ജ് വൈബ് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം പറയുമ്പോഴത്തേക്ക് ഇത് ഫൈനൽ എന്തുകൊണ്ടാ ഇട്ട പേര് ഗാർബിനെ കണ്ടാ എനിക്ക് ഗൊറില്ലേനാണ് ഗൊറില്ല. അത് മറ്റേ മങ്കിയുടെ വലിയ വർഷം മറ്റേ നമ്മളെ പോക്കിമാനിൽ കണ്ടിട്ടില്ലേ, മറ്റേ മങ്കി ഇത് വളർന്നിട്ട്. വൺ പീസിൽ കോമഡി വേറെ ഒരുത്തരുണ്ട്, അതിന്റെ അകത്ത് കോങ് എന്ന പേരുള്ള ഒരുത്തരുണ്ട്, ഏറ്റവും മനുഷ്യത്വമുള്ളവനാണെന്നേ തോന്നുള്ളൂ. അപ്പൊ അത് പഴയ അഡ്മിറൽ അല്ലേ, പഴയ അഡ്മിറൽ, ഈ സെങ്കോക്കുവിന് മുമ്പത്തെ ആളാണ് മറ്റേ ഫ്ലീറ്റ് കമാൻഡർ. ഇപ്പൊ ഫ്ലീറ്റ് കമാൻഡർ ആയിട്ട് നോക്കിയാണ്. കണ്ട കേസ് ഒരാൾക്കും ഒരു മര്യാദ ഇല്ല. എല്ലാരും ഫോണ് സൈലന്റ് ആക്കാതെ വെക്കുന്നത് മോശം. ഐഫോൺ എന്റെ കള്ളം അടിച്ചോണ്ട് പോയണ്ട. തിരിച്ചു വരും. അതാ ഗാർപ്പിന്റെ സാക്രിഫൈസ്. ഗാർപ്പ് ആക്ച്വലി മരിച്ചോ? ഞാൻ ഓടയല്ലേ, എനിക്ക് എന്നോട് ഇങ്ങനൊക്കെ ചോദിച്ചു.
ഗാർപ്പ് ആശുപത്രി കിടക്കണെന്ന് ഗാർപ്പല്ല ആശുപത്രി കിടക്കുന്നത്, ഗാർപ്പല്ല മറ്റേ ഇവനാ കോബിയും ഡ്രേക്കുമാണ് ഡ്രേക്കിനെ പറ്റിയാണ് പറയുന്നത്. കോബിയാണ്. അതാ പറഞ്ഞത്. ലൈക്ക് ഞാൻ പറഞ്ഞ ഗാർപ്പ് മറ്റേ അടുത്ത എയ്സ് ആണോ ഗാർപ്പ്? ഗാർപ്പ് ഒരിക്കലും എയ്സുമായിട്ട് കമ്പയർ ചെയ്തത്. എയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതിനുവേണ്ടി മാത്രം കൊണ്ടുവന്നൊരു ക്യാരക്ടറാണ്. എന്റെ മോൻ ബാ ഞാൻ നിന്നെ കൊന്നു തരാം എന്നിട്ട് ലൂഫിക്ക് കുറച്ചിട്ടുണ്ടാകും. അതിനാണോ ഇനി അടുത്ത മറ്റേ ഫൈറ്റ് ഉണ്ടാവുന്നതേ? ലൈക്ക് മറ്റേ ഒരു ഗ്രാൻഡ് ഫൈറ്റ് ഉണ്ടല്ലോ. യൂസ്ലെസ് എന്നൊന്നും പറയാതെ അവ ഉള്ളതുകൊണ്ടാണ് ഒരു സമയത്ത് വൺ പീസ് പീക്ക് അടിച്ചിരുന്നത് മറൈൻ ഫോർഡ് ഉണ്ടായത്. സത്യം. എയ്സിന്റെ ഇമ്പോർട്ടൻസ് അതാ പറഞ്ഞേ. ലൈക്ക് ഇമ്പിൾ ഡൗൺ, മറൈൻ ഫോർഡ് ഇതൊക്കെ ഉണ്ടാവാൻ കാരണം ആരാണ്? ഏസ് ആണ്. മാത്രമാണ്. അതാ എയ്സിനെ ഞാൻ ഒരിക്കലും തള്ളി പറയില്ല. സോ അതാണ് ഞാൻ ചോദിക്കുന്നത്. തള്ളി പുറത്താക്കിയത് അതെ, ഒരു ഒറ്റ തള്ളായിരുന്നു ബാക്കിൽ നിന്ന്. ഹേർട്ടൊക്കെ കൈ ഇരുന്നേ ഇത് കൈ ഇപ്പുറത്ത് ചെയ്ത്. അതാ ഞാൻ പറഞ്ഞത്. സോറി, നെക്സ്റ്റ് അടുത്ത ഡോനറ്റ് ഗാർപ്പാവോ എന്നുള്ളതാണ് ചോദ്യം. തോന്നുന്നില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, ഡോണറ്റ് ആവാനൊന്നും പറ്റത്തില്ല. കാരണം എന്ന് പറയുമ്പോൾ ഇപ്പൊ കാക്കോജിയാണ് ഫൈറ്റ് ചെയ്തത്. കൂടിപ്പോ കഴിഞ്ഞാൽ ഐസ്ക്രീം ആവാം. അതിന് നോ, ഹീസ് വൈറ്റ്. ഗാർപ്പോ ഓക്കെ, ബാക്ക് ടു ദ പോയിന്റ്. ഗാർപ്പ് അലൈവാണോ? എനിക്ക് തോന്നുന്നുണ്ട് അലൈവാണെന്ന്. കാരണം സാധ്യതയുണ്ട്. ഇപ്പൊ ആവോക്കിജി സോഡിന്റെ ആളാണെങ്കിൽ നൈസ ഗാർപ്പിനെ മറ്റേ സൈഡിൽ കൂടെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരിക്കും. അല്ല, അല്ലെങ്കിൽ ഇഞ്ചി പരിവാക്കി ജീവനോടെ വിട്ടിട്ടുണ്ട്. എനിക്കാ തോന്നുന്നുണ്ട് ഭയങ്കരമായിട്ട്. ഗാർപ്പ് അങ്ങനെ ഗാർപ്പിനെ പിടിച്ചു കെട്ടി വെക്കുക എന്നുള്ളത് ഐ എം ഫീലിംഗ് സംതിങ് ഓക്വേർഡ്. അല്ല, ഗാർപ്പിനെ പിടിച്ചു കെട്ടി വെക്കണല്ല. ഗാർപ്പ് ഒരു ഇതാണോ? അതായത് മറ്റേ ഒരു ചിപ്പാണോ? എന്താ പറയാ, ബാർഗെയിനിങ് ചിപ്പാണോ? എനിക്ക് ഗാർപ്പിനെ വെച്ചിട്ട് ആരും അങ്ങനെ ചെയ്യുന്നു തോന്നുന്നു. ഗാർപ്പിനെ പിടിച്ചു വെച്ചാൽ കൊച്ചിനെ കട്ടോണ്ട് പോകാതെ ഗാർപ്പിനെ കട്ടോണ്ട് കഴിഞ്ഞാൽ ആരും അവന്റെ ഇടിയുണ്ട് തന്നെ. ഇപ്പൊ നോക്കിക്കോ, ഇപ്പോ കോബീനെ എടുത്തപ്പോഴത്തേക്ക് ഗാർപ്പും പിള്ളേരും പോയി. ഗാർപ്പിനെ എടുത്തോണ്ട് പോയാൽ കോബിയും ബാക്കി പിള്ളേരും കൂടെ പോവും. ചിലപ്പോ സെങ്കോക്കും കൂടെ പോവും. അതാ പറഞ്ഞല്ലേ കൂടി പോയ മറീൻസിന്. പക്ഷെ അതൊരു അടിയല്ലേ? അതായത് മറീൻ ഹീറോ ആണല്ലോ ഗാർപ്പ്. അപ്പം ഗാർപ്പിനെ സക്കാസുക്കി സമ്മതിക്കൂല. അതാണ് ഞാൻ പറയുന്നത്. സക്കാസുക്കിക്ക് ഗാർപ്പ് ഒരു സമയത്ത് നൈൻ്റെ മുന്നേ ഞാനിപ്പോ കൊല്ലുമെന്നും പറഞ്ഞ് പോയ ആളാണ്. അതാ, പക്ഷേ ഇങ്ങനെ ഒരു ഇവന്റ് നടക്കുമ്പോഴേ ഗാർപ്പിനെ പോലെ ഒരു ഫിഗർ അവർക്ക് വേൾഡ് ഗവൺമെന്റിന് ആവശ്യമായിട്ടുള്ള ഒരു സംഭവമല്ലേ? ലൈക്ക് ഇത്രയും ഒരു ഈ വേരിയബിൾസിനെ കട്ട് ചെയ്യാന്ന് പറയുന്നതാണ് സക്കാസുക്കിയുടെ പണ്ടുപോലുള്ള പരിപാടി. കാരണം എന്ന് പറയുമ്പോഴത്തേക്കും ഇനിയൊരു കാലത്ത് യവൻ നമുക്കൊരു അടി ആയാലോ എന്നുള്ള ഇതിനകത്താണ് എയ്സിനെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ വേരിയബിൾസിനെ കട്ട് ചെയ്ത് കളയുക. ഒഹാരയില് സ്കോളേഴ്സ് അല്ലാത്ത ആൾക്കാർ പോണെന്ന് പറഞ്ഞ ഒരു ഷിപ്പിനെ ചുമ്മാ നശിപ്പിച്ച് കളഞ്ഞ ആളാണ്. അതിന്റെ ആരെങ്കിലും ഒളിച്ചിരിപ്പുണ്ടായിരിക്കുമെന്ന്. ഗാർപ്പ് ഒരു വേരിയബിൾ ആണ്. അതാ ഞാൻ ആലോചിക്കുന്നത്. കാരണം ഗാർപ്പ് ഇങ്ങനെ വേൾഡ് മുങ്ങിപ്പോകുന്ന പറഞ്ഞാൽ, കാരണം ഗാർപ്പിന് എപ്പോ വേണമെങ്കിൽ സത്യം പറഞ്ഞാൽ ലൂഫിയെ അടിക്കായിരുന്നു. ലൂഫിയെ ഒരു അവന്റെ ജോലി, അവന്റെ കർമ്മം മാത്രം നോക്കി ലൂഫിയെ ഒരു ടെററിസ്റ്റ് എന്നുള്ള രീതിയിൽ ലൂഫി ആണെങ്കിൽ പിടിച്ചോണ്ട് പോകുമായിരുന്നു ഇതിന് മുമ്പ് തന്നെ പലപ്പോഴും. അപ്പോഴും എന്റെ ഗ്രാൻഡ് സൺ ആയതുകൊണ്ട് ഞാൻ നിന്നെ ഇപ്പോഴത്തേക്ക് വെറുതെ വിട്ടേക്കെന്നും പറഞ്ഞാണ് വാട്ടർ സോൺ കഴിഞ്ഞിട്ട് ഇവനെ വെറുതെ വിടുന്നത്. അപ്പോഴാണെങ്കിലും ഇവനെ നശിപ്പിക്കായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ലൂഫിയെ ഇനിയും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരുപാട് സാധ്യതകൾ കൂടുതലാണ്. ലൂഫി അവസാനം പിടിച്ചിട്ട് നശിപ്പിക്കാൻ നോക്കിയാൽ പോലും ആ സമയത്ത് ഗാർപ്പ് ഒരു വേരിയബിൾ ആണ്. ലൂഫിയെ സഹായിക്കുന്ന ഇത് വരുമ്പോഴാ വേർ ഈസ് ഡ്രാഗൺ. എനിക്ക് ഡ്രാഗൺ ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. വളരെ ഡിസപ്പോയിന്റ്മെന്റ് ആയിട്ട്. ഗാർപ്പിന് ഏറ്റവും വലിയ ഡിസപ്പോയിന്റ്മെന്റ് അല്ല, ഞാൻ പറഞ്ഞ റീഡേഴ്സ് തുളച്ചു കളയുന്ന കാര്യമല്ല ഞാൻ ഇവിടെ പറയുന്നത്. ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞത് ഇപ്പൊ ഡിസപ്പോയിന്റ്മെന്റ് ഒക്കെ എല്ലാവർക്കും ഉണ്ടാകത്തില്ല. അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ. ഡ്രാഗൺ ഗാർപ്പിന്റെ സണ്ണാണോ? മരുമോനാണെന്നായിരിക്കും പറഞ്ഞു വരുന്നത്. എനിക്ക് മനസ്സിലായി. അത് മോനെ തന്നെയല്ല വിളിക്കണ. ഗാർപ്പിനെ കളയാൻ പറ്റൂലല്ലോ അല്ലേ?
അതാ ഞാൻ പറഞ്ഞ പോവില്ലല്ലോ. തുടച്ചിരുന്നെങ്കിൽ മരുമോനാവൂലായിരുന്നല്ലോ. അതാ റോങ് ആണെന്ന് പോ. ഞാൻ പറഞ്ഞ വെച്ചാല് ഡ്രാഗനെ ഡ്രാഗനെ കാണിക്കേണ്ട സമയമായി. ലൈക്ക് ഡ്രാഗൻ ഇത്രയും എൻഡായിട്ട് ഡ്രാഗൻ എവിടെ ഡ്രാഗനെ പരിപാടി ടീസ് ചെയ്യുന്നുണ്ട്. ഡ്രാഗനെ കാണിച്ച് കഴിഞ്ഞ മാങ്കയില് ഡി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇമ്പാക്ട് കൊടുക്കുന്നില്ല. ഡ്രാഗൻ നമ്മൾ ഫസ്റ്റ് എന്താ പറഞ്ഞത്, ഡ്രാഗൻ മറ്റേ ഭയങ്കര വലിയ പവർഫുൾ ആണ്, നമ്പർ 1 എനിമി, ലൈക്ക് മറ്റേ മാര പവർഫുൾ ആണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഏതിൽ ഒരു അതിന് അവൻ പേഴ്സണലി പവർഫുൾ ആവണമെന്ന് സത്യം പറഞ്ഞാൽ നിർബന്ധമില്ല. അതറിയോ, ആയിരിക്കും, ഡെഫിനറ്റ്ലി ആയിരിക്കും. ലൂഫി പവർഫുൾ ആണെന്നുള്ളതിന് ഏറ്റവും വലിയ ഇത് അവന്റെ പവർ അല്ല, അവന്റെ ഇൻഫ്ലുവൻസ് ആണ്. ഇൻഫ്ലുവൻസ് ആണ്. അവ ആദ്യം കയറി ഇമ്പൽ ഡൗൺ കയറി അടിച്ചതും അതിന് മുമ്പ് ഇവിടെ നമ്മുടെ എനീസ് ലോബി കയറി അടിച്ചതും എല്ലാം അവൻ ആ ചെയ്ത് കൂട്ടുന്ന ഡീഡ്സ് കാരണമാണ് അവൻ അത്രയും പ്രശസ്തിയായത്. ഇപ്പൊ വൈറ്റ് ബിയേർഡിന്റെ ടെറിട്ടറിയിൽ ഒരുത്തനും കയറൂല. വൈറ്റ് ബിയേർഡ് ആ ടെറിട്ടറിയുള്ള എല്ലാവരെയും സഹായിക്കും. ഇപ്പം ഫിഷ്മൻ ഐലൻഡിൽ അവന് വരേണ്ട ഒരു കാര്യമില്ല. എൻ്റെ കൂടെ പണ്ട് കള്ളുടിച്ച പയ്യനാണ്, അവന് ഞാൻ ഇതെന്റെ ടെറിട്ടറി ആയിട്ട് ഞാൻ ഏറ്റെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടങ്ങ് പോയി. ആ ഒരു പവറിന്റെ ആ ഒരു ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ട് അവൻ അങ്ങോട്ട് ആരും കയറി ചൊറിയത്തില്ല. അതുകൊണ്ട് അവനെ ആരും അങ്ങോട്ട് വൈറ്റ് ബീഡ് എന്തുകൊണ്ടാണ് അങ്ങനെ ആരും കയറി ചൊറിയാത്ത? കാരണം ഹി വാസ് പവർഫുൾ. ഈവൻ ദോ പവർഫുൾ ആണെങ്കിൽ തന്നെ വൈറ്റ് ബിയേർഡിനെ സ്ട്രോങ്ങസ്റ്റ് മാൻ അല്ലായിരുന്നോ? സ്ട്രോങ്ങസ്റ്റ് മാൻ ഈ സ്ട്രോങ്ങസ്റ്റ് മാനിനെ തീർത്തതാരാണ്? അത് എത്ര പേര് വന്നു, എത്ര പേര് ഓക്കെ. പക്ഷെ ബ്ലാക്ക് ബീഡ് ജയിച്ചാ പോവും. ഞാനൊരു പേരുള്ളൂ കേട്ടോ. ഇപ്പം ബോണി ആ മറീൻ ഫോർഡിലെ ഫൈറ്റിലുണ്ടായിരുന്നെങ്കിൽ ബോണിക്ക് ഏജ് റിവേഴ്സ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. വൈറ്റ് ബിയർഡിന് അല്ല ഏജ് റിവേഴ്സ് ചെയ്യാനുള്ള അവസ്ഥ. വൈറ്റ് ബിയർഡിനെ പ്രൈമിൽ കൊണ്ടുവന്നാൽ അത് കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. അല്ല മതിയല്ലോ, എന്തിനധികം നേരം. അല്ല പക്ഷെ ഈ പ്രൈമില് കൊണ്ടുവന്നെന്ന് വെച്ച് ഈ ഡിസീസ് മാറണം എന്നില്ലല്ലോ. വൈറ്റ് ബിയർഡ് പക്ഷേ ബോഡിയിലേക്ക് വയസ്സായത് കൊണ്ട് ബോഡിക്ക് കാച്ചപ്പ് ചെയ്യാൻ പറ്റാത്തതാണല്ലോ. അത്രയും വലിയ എന്തോ ക്യാൻസറോ അങ്ങനെ എന്തോ ലൈക്ക് സംതിങ് ആണല്ലോ. ഏത് ഇഷ്യൂ ആയാലും ഇപ്പൊ നിനക്ക് 50-ാം വയസ്സിൽ ക്യാൻസർ വന്ന് സ്റ്റേജ് 4 കിടക്കണ്. 25-ാമത്തെ വയസ്സിലായാലും സ്റ്റേജ് 4 ആണ്. അപ്പൊ സ്റ്റേജ് 4 അത്രയും സ്റ്റേജ് ആയി കാണൂലല്ലോ അല്ലേ? അത്ര ആയി കാണത്തില്ലല്ലോ. അവന്റെ പ്രായത്തിൽ അത്ര ഇല്ലല്ലോ. പ്രായം കുറയ്ക്കുന്നേ ഉള്ളൂ, ക്യാൻസർ കുറയ്ക്കൊന്നും ഇല്ല. അതൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഇപ്പൊ ഡയഗ്നോസ്റ്റിക്കലി സ്പീക്കിംഗ് നമുക്ക് അതൊന്നും അറിയാൻ പറ്റത്തില്ലല്ലോ. കുറയുമായിരിക്കും. അതാ തന്നെയല്ലേ? അപ്പം ബാറ്റിൽ എക്സ്പീരിയൻസ് കുറയുമല്ലോ. ഇല്ല അവൻ പ്രൈമിലല്ലേ? പ്രൈമില് അല്ല ആ സമയത്ത് ഒരു ക്വസ്റ്റ്യൻ വരുന്നത്, ഇപ്പം അവർ രണ്ടുപേരും മറ്റേ ഇത് ക്ലാഷ് ചെയ്യുമ്പം നമ്മളിപ്പം ഈ ഇതിനെ കുറിച്ച് ഈ മാങ്കാ സ്പോയിലിനെ പറ്റി പറയുമ്പോഴത്തേക്ക് ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവരും ബോണിയുടെ ഡബിൾ ഫ്രൂട്ട് അല്ല അവന്റെ എബിലിറ്റി എന്ന് പറയുന്നത് ആക്ച്വലി ഈ ഗൊമുഗൊമുവിന്റെ ഇതാ അല്ലെ, ഗൊമുഗൊമുന്ന് വിട് അതല്ല, വിശ്വിഷ്. ഞങ്ങൾ മറ്റേ ഞങ്ങളത് പറഞ്ഞ അവൾ ആഗ്രഹിക്കുന്ന സംഭവമാണ് നടക്കുന്നതെന്ന് പറയുന്നത്. ജീനിയാണോ കിഡ്? ഇത് ജീനി എങ്ങനെയാണ് പുറത്ത് പറഞ്ഞത്? 3 തവണ തുടക്കണം. അപ്പൊ ജീനി വരുമായിരുന്നു ഡ്രാഗണ്ട് വരാം. മുതലാളി അതെ ഗൗരി ഇല്ലാത്ത അല്ലെങ്കിൽ ഇട്ടിപ്പോ ഇതിട്ട് കളിക്കേണ്ടി വരും, ഡീപ്പിട്ട് കളിക്കേണ്ടി വന്നേരെ. ഞാൻ അതാ പറഞ്ഞു വരുന്നത്. കാരണം അവൾ ആഗ്രഹിക്കുന്ന, അവൾ അപ്പം പറഞ്ഞ് ഇത് നിനക്ക് പ്രായമാകുമ്പോ നിന്നെ കാണിക്കാൻ കൊണ്ടുവന്നത്. അങ്ങനെയാണ് അവള് ഏജ് ഫ്രൂട്ട് ആ ഒരു സെറ്റപ്പിലല്ലേ ഇപ്പൊ അവളെ പറയുന്നത്. പക്ഷെ അവളെ ഏജ് മാത്രമല്ല അവള് റിവേഴ്സ് ചെയ്യുന്നത്, അവളുടെ ഇമാജിനേഷൻ ആണ് അവളുടെ പവർ എന്നാണ് എന്റെ. അവള് വിഷ് ചെയ്യാണ് ഇത് ചെയ്യണമെന്നുള്ള. അതായത് അവളുടെ തോട്ട്സ് അവക്ക് ഇതിൽ കൊണ്ടുവരാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ അവക്ക് എന്തുകൊണ്ട് കൂമേനെ തിരിച്ചുകൊണ്ടുവരാൻ? അങ്ങനല്ല ആ വിഷയല്ല ഉദ്ദേശിച്ചത്.
ഇമാജിൻ അവൾക്ക് ബോഡി അവൾക്ക് ഇത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഗിയർ 3യുടെ പവർ അവൾ യൂസ് ചെയ്യുന്നുണ്ട്. ഗിയർ 3 തന്നെ ജയന്റ് ആയിട്ട് മാറി ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ജയന്റ് ആയിട്ട് മാറി ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഒരു കൈ മാത്രം പാർഷ്യൽ ജയന്റിഫിക്കേഷൻ ചെയ്യുന്നുണ്ട്. സോ അതാ പറഞ്ഞത് മറ്റേ ഗിയർ 5ന്റെ ഇതിലും പറയുന്നത് എന്താ, ലൂഫിയുടെ ഇമാജിനേഷൻ അനുസരിച്ചാണ് ഗിയർ 5ന്റെ പവർ പോകുന്നതെന്നല്ലേ. സോ ലൈക്ക് ഗുമുഗുമു ഫ്രൂട്ടിന്റെ ഒരു എക്സ്ട്രാക്റ്റഡ് പവർ വേർഷൻ അല്ലേ. എക്സ്ട്രാക്റ്റഡ് പവർ എന്നല്ല, ഇതും ഗോമു ഗോമു ഒരുമിച്ചുണ്ടെങ്കിൽ തീർന്നടാ നീയൊക്കെ എന്നുള്ള സീനാണ് അല്ലേ. അതുണ്ട് ഇപ്പൊ ഈ ഒരു. സോ അതാ ഞാൻ പറഞ്ഞു ലൈക്ക് സംതിങ് അല്ല അതിപ്പോ നമുക്ക് ഗാർപ്പിന് ഹനാനോമി ഇവളുടെ റോബിന്റെ ഫ്രൂട്ട് കിട്ടിയുള്ള അവസ്ഥ പോലെ ഗാലക്സി ഗാർപ്പിന്റെ സെൻഫ്ലവറൊക്കെ വന്നില്ല നാളെ മറ്റേ ഇതുണ്ടല്ലോ. അല്ല അങ്ങനെയാണെങ്കിൽ അവനെ അപ്പോഴും തന്നെ മറ്റേ അടുത്ത ഇതായിട്ടങ്ങ് പ്രഖ്യാപിക്കുവാണ്, മറ്റേ വേൾഡ് വെപ്പണായിട്ടങ്ങ് ഏഷ്യൻ വെപ്പണായിട്ടങ്ങ് പ്രഖ്യാപിക്കുവാണ്. മറ്റേ എല്ലാ കയ്യിലും മറ്റേ ഓരോ ബോംബ് എടുത്ത് വെച്ചിട്ട് ഗാർപ്പ് ഫുള്ള് മറ്റേ കപ്പൽ ഇതൊക്കെ ആയിരിക്കും. മറ്റേ ഇതുപോലെ ആയിരിക്കും മറ്റേ കാളി മറ്റേ ഇതാവുമ്പോ മറ്റേ കയ്യിൽ ഓരോ സാധനം വരില്ല. അതേപോലെ പല ടൈപ്പ് ഐറ്റങ്ങള് ഇങ്ങനെ നോക്കുമ്പോ ഒന്നും കാണാൻ പറ്റൂല. രാത്രി ആയോ, അയ്യോ രാത്രി ആയതല്ലോ എന്തൊക്കെയോ കാളിയല്ല കാളനാണ് അല്ലെങ്കിൽ ഒരു കാളന് ഫുള്ള് വിഷയം. അതേപോലെയാണ് ഇപ്പൊ ഈ രണ്ട് ഫ്രൂട്ടിന്റെയും പവറുകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ വൻ പവർഫുൾ ആയിട്ടുള്ള. വേറൊരു തിയറി ഞാൻ ഇപ്പം കണ്ട്, ഇപ്പൊ നമ്മുടെ ഫ്രാങ്കി ഉണ്ടല്ലോ, ഫ്രാങ്കിക്ക് കൂമയുടെ ഫ്രൂട്ട് കിട്ടുമെന്നുള്ളതാണോ? ഫ്രൂട്ട് കിട്ടുമെന്നല്ല, ഫ്രാങ്കിക്ക് ഈ ഇതേ പറഞ്ഞാല് നമ്മുടെ ഏൻഷ്യൻ വെപ്പൺ ഉണ്ടാക്കുമെന്ന്. എടാ അതല്ലേ പറഞ്ഞു തീർക്കട്ടെ, സെറാഫിന്റെ പവേഴ്സ് കിട്ടുമെന്നുള്ള ഒരു പോസിബിലിറ്റി. ഫ്രാങ്കി ക്യാൻ ബി മെയ്ഡ് ഇൻടു എ സെറാഫിൻ. ശരിയാണെന്ന് തോന്നുന്നു. ഫ്രാങ്കി ബേസിക്കലി സൈബോഗ് ആണ്. അതെ അതെ. ആ ഗ്രീൻ ഫ്ലൂയിഡ് എടുത്തൊരു കോളയുടെ കൂടെ കുറച്ചങ്ങ് ഒഴിച്ചങ്ങ് അടിച്ചാ ചിലപ്പോ പവർ അപ്പ് കയറാം എന്നല്ലേ. അവരുടെ കൂടെ ഇപ്പൊ ഒരു ഇതില്ലേ, ഒരു ഇവ ഉണ്ടല്ലോ വെഗാപ്പങ്കില്ലേ, അവരുടെ കൂടെ ഒരു വെഗാപ്പങ്കില്ലേ, സീറോ എഡിസൺ ഇല്ലേ അവരുടെ കൂടെ. എൻ്റെ അറിവിൽ എഡിസൺ ഉണ്ടെന്നാണ് തോന്നുന്നത്. എഡിസൺ ഇവരെ കൂടെ ഉണ്ടെന്നാണ് അല്ലേ. സോ എഡിസൺ ആൻഡ് ഫ്രാങ്കി ക്യാൻ വർക്ക് സംതിങ് ഔട്ട്. എഡിസൺ ആണ് ഇതിനകത്ത് കൂടുതൽ. എനിക്ക് 0-1 ആയിരുന്നു നല്ലത്, പക്ഷേ എഡിസൺ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യപ്പോഴത്തേക്ക്. ഇതൊരു തിയറി മാത്രമാണ്. തിയറിയാണ്. അല്ല അതിന് വേറൊരു കാരണമുണ്ട്. ഇപ്പം പലരും പറഞ്ഞിട്ടുള്ള ഒരു തിയറിയാണ്, ചോപ്പറിനെ പോലാണ് ജോയി ബോയുടെ ക്രൂനകത്ത് നമ്മളെ മറ്റേ സുനേഷ, അതേപോലെ ഫ്രാങ്കിയെ പോലുള്ള ജോയ് ബോയിലെ അംഗമാണ് ഈ അയൺ ജയന്റ് എന്നുള്ളത്. മറ്റേ ഇതിൽ പറയുന്നുണ്ടല്ലോ മാർജിയോസിൽ ഓൾറെഡി ജോയ് ബോയ് എന്ന് പറയുന്നത് ഒരു ജയന്റ് ആണെന്നാണ് നമുക്കിപ്പോൾ അറിയാവുന്നത്. അതേപോലെ സുനേഷ എന്ന് പറയുന്നത് ഈ പറഞ്ഞ അതേപോലെ ഒരു ജയന്റ് വെർഷനാണ്. ഈ അയൺ ജയന്റ് എന്ന് പറയുന്നതും അതുപോലെ ഒരു ജയന്റ് വെർഷനാണ്. അപ്പം ഇപ്പം ഇപ്പം ഇവരൊക്കെ വന്നില്ലേ, ബ്രോളിയും ടീമൊക്കെ വന്നില്ലേ, അതുപോലെ ഒരു വലിയൊരു ഷിപ്പിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരായിരുന്നു ഇവരെങ്കിലും. ഇപ്പം സുനേഷ ചിലപ്പം ഈ ഒരു രൂപത്തിലാണ് സുനേഷ് ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ടുള്ളതെന്ന് നമുക്കറിയാം. എന്തോ ഒരു തെറ്റ് ചെയ്തു. മനീഷ പറഞ്ഞു വന്നപ്പോ വേറെ ഏതോ ക്യാരക്ടറായിട്ട് റിയൽ ലൈഫിൽ ഏതോ ഒരു ക്യാരക്ടർ തിരിഞ്ഞു പോയതാ. അതാ മനീഷ. മനീഷ എന്തോ തെറ്റ് ചെയ്തത് എനിക്കറിയത്തില്ല. മനീഷ എന്ത് തെറ്റ് ചെയ്തു? തം 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 സീരിയൽ പിച്ചും പോടാ ഞാൻ തന്നെയല്ലോ എഡിറ്റ് ചെയ്യേണ്ടത്. സ്വന്തമായിട്ടൊക്കെ എഡിറ്റ് ചെയ്തിട്ടോ. ഇതെങ്ങാനും കട്ട് ചെയ്ത് കളഞ്ഞ വീട്ടിൽ വന്ന് വെട്ടും. എന്റെ പഠിച്ചൂരേ ആണോ അത് മനീഷയുടെ പേരൊക്കെ പറയണ്. സുനേഷ എന്തോ തെറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ലൈക്ക് സുനേഷ മറ്റേ ചോപ്പറിനെ പോലെ ഭയങ്കര വീക്ക് ഹാർട്ടഡ് ആയിട്ട് ഇരിക്കാം. ലൈക്ക് വേറെ ആരെങ്കിലും വെച്ചിട്ട്. ചോപ്പറിനെ വീക്ക് ഹാർട്ടഡ് എന്ന് പറയല്ലേ. ചോപ്പറിന് പ്രായം കുറവാണ്, അത് നമ്മൾ പരിഗണിക്കണം. പ്രായം കുറവെന്നേ ഉള്ളൂ, പക്ഷെ നല്ല പക്വതയൊക്കെ ഉള്ള ചെക്ക് തന്നെയാണ്.
പക്വതയോ പക്വതയോ? ഇച്ചിരി കുറവാണ് പക്വത എന്റെ ഭാഗത്തോളം. കാരണം നാമിയും ഒരു അടി വന്നിട്ട് നാമിയും ഇവനും ഓടെയാണ്, ഉസപ്പ് ഓടെയാണെങ്കിൽ തേരെ നോക്കുമ്പോ ചിലപ്പോ ചോപ്പർ ആയിരിക്കും എന്റെ ഫ്രണ്ട് ഓടുന്നത്. അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഇപ്പം മാറിയിട്ടുണ്ട്. ഇപ്പൊ ഉസോപ്പ് നാമി ആദ്യം ഓടെങ്കിലും ചോപ്പർ നിൽക്കും. അത് മാറിയത് മറ്റേ ഇവിടെ വെച്ചിട്ട് തന്നെയാണ്, ഷവണ്ടിയിൽ വെച്ചിട്ട്. സബോഡി മാത്രം മെയിൻ ആയിട്ട് വാനോയിൽ വെച്ചിട്ടാണ് അവന് നല്ലൊരു ചേഞ്ച് വരുന്നത്. ആ ക്വീനിന്റെ അടുത്ത് സൂപ്ലക്സ് അടിക്കുന്നത്. അല്ല അത് മാത്രം വിളിക്കരുത് അവനകത്ത്. നമ്മുടെ ചോജീനെ ദേവൂന്ന് വിളിക്കുന്നത് ഫാറ്റ്സോ എന്ന് വിളിക്കണത്. ഫാറ്റ്സോ ലൈക്ക് നിറയെ ക്യാരക്ടേഴ്സിന് കുറച്ചുകൂടെ പവറപ്പ് കിട്ടുമെന്ന് എനിക്ക് തോന്നി. എനിക്ക് പവറപ്പ് കിട്ടേണ്ട ആർക്കൊക്കെയാണെന്ന് അറിയാവോ? നാമിക്ക് പവറപ്പ് കിട്ടണം, ഉസോപ്പിന് പവറപ്പ് കിട്ടണം. അതിന്റെ പവർ ഉണ്ട്. അതല്ലടാ, ലൈക്ക് അവര് ഫൈറ്റ് ചെയ്യേണ്ട സമയം ആയി കഴിഞ്ഞു. ലൈക്ക് എന്നുവെച്ചാൽ ഇപ്പോഴും ഇത്ര അവരെ ഒരു ഫൈറ്റ് പറയട്ടെ, ഒരു ക്രൂവിൽ എല്ലാവരും ഫൈറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല സത്യം പറഞ്ഞാൽ. കാരണം നാമി ഈസ് എ നാവിഗേറ്റർ ആൻഡ് ഉസപ്പ് എന്ന് പറഞ്ഞാൽ ലോങ് റേഞ്ച് ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ ഒരു മെഡിക്കലി നിൽക്കുന്ന ഒരാളും ഒരു മെഡിക്കൽ ആയിട്ടുള്ള ഒരാൾ, അയാൾ പുള്ളിക്കാരൻ ഫൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പുള്ളിക്കാരൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഹീൽ ചെയ്യുക എന്നുള്ളതാണ് പുള്ളിക്കാരൻ്റെ ഇമ്പോർട്ടൻസ്. അതേപോലെ തന്നെ സ്നൈപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റിൽ പുള്ളിക്കാരൻ നിൽക്കേണ്ട കാര്യമില്ല. ഉസപ്പിന് അങ്ങനെ ആണെങ്കിൽ ഉസപ്പ് സ്റ്റാർട്ടിങ്ങിലെ ഓവർ പവേർഡ്. കാരണം അവൻ ആദ്യം തന്നെ അവൻ ഭയങ്കരമായിട്ട് സ്നൈപ്പ് ചെയ്യുന്ന ഒരുത്തനാ. അവന്റെ പണി എന്താണ്? സ്നൈപ്പർ ഏറ്റവും സ്ട്രോങ്സ്റ്റ് മറ്റേ ഇതെന്താണ് ഒബ്സർവേഷൻ ഹാക്കി ഉസപ്പിനാണ്. വൺ പീസിൽ നടക്കാൻ പോണ എല്ലാം ആദ്യം തൊട്ടേ പറഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. അത് മാത്രമല്ല അവന്റെ അത് നമ്മളെ തമാശക്ക് പറഞ്ഞാണെങ്കിലും ഈ പറഞ്ഞ ഒറിജിനൽ ഒബ്സർവേഷൻ ആക്കി അവന്റെ ഉസോപ്പ് പറഞ്ഞ എല്ലാ കഥയും ഒറിജിനലായില്ലേ? ഉസോപ്പ് പറഞ്ഞ എല്ലാ കഥയും ഒറിജിനലായി. ഫസ്റ്റ് ഉസോപ്പ് നമ്മൾ കാണുമ്പോൾ പറഞ്ഞ എല്ലാ ഇതും ബസ്റ്റർ കോൾ വന്ന് നമ്മളെ സറൗണ്ട് ചെയ്തെന്നുള്ളതൊക്കെ 2 വട്ടം നടന്നു. പിന്നെ എന്തുവാ ഇതിന്റെ എന്തിന്റെയോ പൂപ്പിനകത്ത് കൂടെ നടക്കുമെന്ന് പറയല്ലേ? എന്ത് ഗോൾഡ് ഫിഷിന്റെ ജയന്റ് പൂപ്പിനകത്ത് കൂടെ ജയന്റ് ഗോൾഡ് ഫിഷിന്റെ പൂപ്പ് ഞങ്ങൾ ആദ്യം മരിച്ച ഐലൻഡ് ആന്ന്, പിന്നെ മനസ്സിലായത് നീട്ടോ ആണെന്ന് പറയും. ഇത് ഞാൻ തന്നെ ഇടണമല്ലോ. അതാണ്. അല്ല ഐ ഡോണ്ട് തിങ്ക് വി ഷുഡ് എഡിറ്റ് ഇറ്റ് ഔട്ട്. ബിജുനോ കെമ്പുനോ നിക്കുദയാസ്, ബിജുദോ കെമ്പുനോ നിക്കുദയാസ്, അതായത് സ്ട്രോങ് ഫീമെയിൽ സ്പോർട്സ്മാൻ വിത്ത് ഇവള് കൊണ്ടു കൊടുത്ത് അവളെ പേരെന്തായിരുന്നു? റബേക്ക കൊണ്ടുവന്നു. റബേക്ക ലൂഫിക്ക് നീറ്റ് മേടിച്ചെടുത്ത്, അതുകൊണ്ട് അവ ആ രാജ്യം രക്ഷിച്ച്. ലൂഫിക്ക് ആരെങ്കിലും ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ? ലൂഫി അവിടത്തുള്ള എല്ലാരെയും രക്ഷിക്കും. ഭക്ഷണം വൺ പീസ് വേഴ്സിലായ ഫസ്റ്റ് ചെയ്യേണ്ടത് മറ്റൊരു ഇറച്ചിക്കട തുടങ്ങാം. എലിസീഡ് വായിച്ചായിരുന്നു. അതിനകത്ത് മറ്റേ ഒരു മെയിൻ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, അവൻ മന്ത് മറ്റേ കൈഡന് കൊണ്ടുപോയിട്ട് മറ്റേ ഇത് കൊടുക്കുന്ന കാറ്റ് ഫുഡ് കൊടുത്ത് മറ്റേ പ്രീതിപ്പെടുത്തുന്ന പോലെ ലൂഫിക്ക് എല്ലാ മാസവും ഒരു അഭിജഗ്യാംശി കുറച്ചിറച്ചുകൊണ്ട് കൊടുക്കുക, കുക്ക് ചെയ്ത് കൊടുക്കുക. സെറ്റ് ഫിനിഷ്ഡ്. നമ്മൾ പിന്നെ സേഫാണ്, ആ രാജ്യമേ സേഫായി. നമ്മൾ അതേപോലെ സെറ്റ് ചെയ്യാം. ശരിക്കും നമ്മളപ്പം മിസ്സായി എന്തെങ്കിലും ഉണ്ടോ ഇതിൽ? ഇതായി പോയത് ഏതെങ്കിലും? സ്മോക്കർ എന്ന് പറഞ്ഞ സ്മോക്കറിന് ജസ്റ്റിസ് കൊടുക്കണമെന്നുണ്ട്. പക്ഷെ നേവി ജസ്റ്റിസ് അല്ല എന്നുള്ളത് സ്മോക്കറിന് നന്നായിട്ട് അറിയാം. സ്മോക്കർ, ഔക്കിജി, ഗാർപ്പ്, ഇവർ മൂന്നുപേരും ഗാർപ്പും ഔക്കിജിയും അല്ല സ്മോക്കറും ഔക്കിജിയുടെ സ്റ്റുഡന്റ് ആണ്. സ്റ്റുഡന്റ് അല്ല, ഫ്രണ്ട്സ് ആണ്. ഫ്രണ്ട്സ് ആണ്. ബാക്കിൽ കൂടി വന്നിട്ടുള്ള സംഭവം അറിയത്തില്ല എന്റെ മറ്റേ ഡോഫി ആയിട്ടുള്ള ഫ്രണ്ടാണ്. എന്റെ ഒരു പഴയ കൂട്ടുകാരനാണ്, അവനെ വിടാൻ പറയത്തില്ല. അത് മറ്റേ കറക്റ്റ് നരൂറ്റോ അല്ല മറ്റേ ഇവന്റെ അടിയും ഗായിയുടെ ഫൈറ്റും ഈ ഒരു ഇതിനകത്ത് ഔക്കിജിയുടെ ഫൈറ്റും അത് ഏകദേശം സിമിലർ. അത് കൈ അനക്കി കഴിഞ്ഞാൽ നീ ചത്ത്. ഡോഫി വരും, തീർച്ചയായിട്ടും വരും. ഡോഫിയെ 2-3 പാനലിൽ കാണിച്ചിട്ടുണ്ട്. ഡോഫി ഒരു ഇതൊക്കെയാ, നമ്മൾ ഇനി ഇവിടെ നിന്നാ നമ്മൾ മുങ്ങിപ്പോവും, നമ്മളെ മണ്ടയിലോട്ട് കൊണ്ടുപോകണം. എന്റെ ഒരു അഭിപ്രായത്തിൽ ഡോഫി മെഗലനും മിക്കവാറും തിരിയുന്നോ ഇമ്പൽ ഡൗൺ പൊളിയും. ഇമ്പൽ ഡൗൺ പൊളിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ മെഗലനോടെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല.
ഡോഫി മെഗാലും കൂടി നേരെ വന്നിട്ട് ഇവിടെ വന്നു ഞാൻ തോന്നും ക്രോസ് ഗിൽഡിലും. അതാ ക്രോസ് ഗിൽഡിലോട്ട് ഒരുമിച്ച് വരൂല. എൻട്രൻസ് ആണ് ഞാനും വൈനോട്ട് മജല്ലാൻ ഒരുമിച്ച് വരൂല. മജല്ല ഒരുമിച്ച് വരൂല. അല്ല വൈനോട്ട്. കാരണം ഇമ്പൽ ഡൗൺ തകർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഡോഫി ഒരു കാര്യമുണ്ട്. ഡോഫി ഈ പറഞ്ഞ കണക്ക് കോൺട്രാക്ട് വെക്കാൻ മിടുക്കാനാ. ആദ്യമേ നോക്കിയാൽ മതി. ഈ പറഞ്ഞ കൈഡോയായിട്ട് കോൺട്രാക്ട് വെച്ചിരുന്നതാണ്. ഇതേപോലെ അവർക്ക് രണ്ടുപേർക്കും ഉപകാരമുള്ള രീതിയിൽ ഇപ്പം ക്രോസ് ഗിൽഡ് ചേരാൻ പറ്റി കഴിഞ്ഞാൽ മജല്ലാൻ നിൽക്കുന്ന കോൺട്രാക്ടർ എന്ന് പറഞ്ഞ അതിലുള്ള എല്ലാം ഇവരിപ്പൊ രണ്ടുപേരും കൂടി ഭയങ്കര കഥയൊക്കെ പറഞ്ഞ് അളിയ ബന്ധത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഡോഫിൻ എത്ര പ്രാവശ്യം അവിടെ അസാസിനേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെന്നോ? മെയിൻ റീസൺ അത് തന്നെയാണ്. മജല്ലാന്റെ ഇതെന്ന് പറഞ്ഞാൽ ആരൊക്കെ എന്തൊക്കെ വന്നാലും ഇത് എന്റെ പ്രസന്റ് ആണ്, ഇതിന്റെ അകത്തുള്ള ഒരുത്തരം കൊല്ലാൻ ഞാൻ. പക്ഷെ അത് പൊളിയും. ഇംബിൾഡൗൺ പൊളിയും. ഇംബിൾഡൗൺ വെള്ളം കയറുന്നുണ്ട്, അത് പ്രസന്റിന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെന്ന് ആ ഇതില് പറയുന്നുണ്ട്. ഇതെല്ലാം പക്ഷെ അവര് ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് വരില്ല. ഞാൻ പറഞ്ഞ വെച്ചാൽ ഡോഫി പോയിട്ട് ക്രോസ് ഗിൽഡിൽ ചേർന്ന് ക്രോസ് ഗിൽഡ് അതൊരു വേറെ സാധനമാണ്. കാരണം ഡോഫി ക്രോക്കഡൈൽ രണ്ടിനും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുകൂടാ. പക്ഷെ ക്രോക്കഡൈൽ എന്താ പറയാ ഒന്നിക്കാൻ ചെറിയൊരു കാരണം ഒരു കോമൺ ഗ്രൗണ്ട്. അങ്ങനെയാണെങ്കിൽ ക്രോക്കഡൈലും മിഹോക്കും തമ്മിൽ എങ്ങനെ യോജിക്കും? കോമൺ ഗ്രൗണ്ട് ഇഷ്ടംമാതിരി വരാം. നമുക്കിപ്പം അവർക്ക് ഒരു ഫൈനൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ പറഞ്ഞ വൺ പീസ് കണ്ടുപിടിക്കാന്നുള്ള ഒരു സാധനം ആ 4 ഇവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആരാ? നമ്മുടെ ബഗ്ഗി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുവരെ മര്യാദക്ക് എനിക്ക് എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങിയതാന്ന് പറഞ്ഞിരിക്കുന്ന മിഹോക്കും എനിക്ക് ഒരു 2-3 രാജ്യങ്ങളെയൊക്കെ നൈസായിട്ട് ഭരിച്ച് ആരെങ്കിലെയൊക്കെ ഒന്ന് നശിപ്പിച്ച് ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ പോയാൽ അത് 2 ഇതും കിട്ടിയ സിഗാറും കിട്ടിയാൽ ഞാൻ സന്തോഷവാനാന്ന് വിചാരിച്ചിരിക്കുന്ന ക്രൊക്കഡൈലിനെ ആവശ്യമില്ലാണ്ട് പിടിച്ചു പോകുന്നുണ്ട്. ഇനിയിപ്പം വൺ പീസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇറങ്ങുന്ന 3 കൂടി ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡോഫി കൂടി വന്നു കഴിഞ്ഞാൽ ഡോഫി ഒരു സെലസ്റ്റിയൽ ആയത് കൊണ്ട് ലൈക്ക് എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജ് കിട്ടും എന്നുള്ളത് ക്രൊക്കഡൈലിന് തോന്നാം. അങ്ങനെയാണെങ്കിൽ ഒരു പോസിബിലിറ്റി പറയാം. ഇതിപ്പോ ഈ ഒരു സാധനം കൊണ്ട് വേൾഡ് ഇൻ കെയോസ് റൈറ്റ് നൗ. ഓക്കെ, അപ്പോൾ ഇതിന് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ക്രോസ് ഗിൽഡ് കുറച്ചുകൂടെ കട്ടയ്ക്ക് ആക്റ്റീവ് ആകുക. അതായത് മറൈൻസിനെ എല്ലാം ഓടിച്ചിട്ട് പിടി ആ സിനാരിയോ. അപ്പോഴത്തേക്ക് ക്രോസ് ഗിൽഡ് വലുതാവും. ക്രോസ് ഗിൽഡ് ഇനിയിപ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ലൈക്ക് ദ നെക്സ്റ്റ് ബിഗ് തിങ്. ക്രോസ് ഗിൽഡിനെ അപ്ഗ്രേഡ് ചെയ്യാൻ സമയമായി. അതുകൊണ്ട് കൂടിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ എംബറാക്കി ആദ്യം കാണിച്ചു തുടങ്ങിയത് ബഗ്ഗിയെ. അതാ അതിന്റെ ഫോർസ് തുടങ്ങിയ എംബറായി. ഇപ്പം ബഗ്ഗി എംബറാണ്. ചെറിയ കാര്യം പറയാം. ബഗ്ഗി എംബർ ആണെന്ന് പേരാണെങ്കിലും ഭരിക്കണത് ഇവര്. ബഗ്ഗിക്ക് ഒരു ആലോചിക്കണം. ഇവിടെ ഗൊറോസയാണ് സുപ്രീം എന്ന് പറയണമെങ്കിൽ ഭരിക്കണത് പോളാർ ഓപ്പോസിറ്റ്സ് ആണ്. ഐ അണ്ടർസ്റ്റാൻഡ്. ബഗ്ഗി സത്യം ബഗ്ഗിക്ക് ആളെക്കൂട്ടാൻ കഴിവ് അതറിയോ? ബഗ്ഗിക്ക് ആളെക്കൂട്ട. അതായത് നമ്മളെ ഇതിനകത്തുള്ള ഉസപ്പാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബഗ്ഗി. അല്ല, സ്ട്രോ ഹാറ്റിലെ ബഗ്ഗിയാണ് ഉസപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ചത്ത് വിചാരിച്ചിരിക്കുമ്പോഴത്ത് നിന്ന് തിരിച്ചു വരുന്നത് ബഗ്ഗിയുടെ ഒരു പ്രത്യേകതയാണ്. സോ ബഗ്ഗിക്ക് ഒരു സ്പെഷ്യൽ കഴിവുണ്ടെന്ന് ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു. ബഗ്ഗി ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ് അടുത്ത ഇനിയുള്ള ഒരു അപ്കമിങ് സീരീസ്. എൽബാഫ് എന്ന് പറയുന്നത് സത്യം എൽബാഫിനെ പറ്റിയുള്ള ഇതെന്താണ് സ്പെക്കുലേഷൻ? നടക്കാൻ പോണേന്ന് പറഞ്ഞാൽ എൽബാഫ് ഉസോപ്പിനെ ഫോക്കസ് ആയിട്ടുള്ള സാധനമായിരിക്കും എന്ന് തോന്നുന്നുണ്ടോ? കാരണം വാനോ നമ്മള് ഇവനെ ഫോക്കസ് ചെയ്യുന്ന വിചാരിച്ച സോറോനെ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. സോറ ഇൻസൈൻ പവർ അവന്റെ ഹിസ്റ്ററി പോലും പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു ഡിസെൻഡന്റ് ആണ് എന്നുള്ളതിന്റെ അതൊരു സോറോക്ക് ഓട എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്. സോറോനെ ചെറുതായിട്ട് സൈഡ് ലൈൻ എന്നുള്ള പറയില്ല. ഉസോപ്പിന് ഇപ്പൊ എൽബാഫ് നടക്കാതെ കാരണം തുടങ്ങിയപ്പോ തൊട്ട് തന്നെ ഉസോപ്പിന് പറ്റിയ എൽബാഫ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആള് എൽബാഫിൽ അവിടെ ഉസോപ്പിന് ചെറിയൊരു പവറപ്പ് കിട്ടും. അതല്ല ട്രെയിൻ ചെയ്ത് മറ്റേ അവസാനം മറ്റേ എനിക്ക് തോന്നുന്നു മ്യോൽനിയർ കിട്ടും എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. ലോക്കിയായിട്ട് ഒരു ക്ലാഷ് വരാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ജയന്റ്സിന് ഉസോപ്പിന് ഭയങ്കര കാര്യമാണ്. അത് 2 ജയന്റുകളെ കമ്പനി ആയത് മാത്രമല്ല, എവിടെയൊക്കെ ജയന്റുകളുണ്ട് അത്രയും വർഷമായിട്ടുള്ള അവർ അടിയും തീർത്തത്. എവിടെ ജയന്റുകൾ ഉണ്ടെങ്കിൽ ഇവന്റെ അടുത്ത് പെട്ടെന്ന് കമ്പനി ആവുകയാണ്. ബ്രോളിയും മറ്റേ ഇവനും കമ്പനിയായി. അതേ കണക്ക് കാശി കമ്പനിയായി.
പിന്നെ ഹൈറുദ്ദീൻ മറ്റേ സോപ്പ് ഗോഡ് ഉസോപ്പ്, ഹൈറുദ്ദീൻ. അപ്പൊ ജയന്റ് പൈററ്റ്സിലെ കീ ആയിട്ടുള്ള ഫിഗേഴ്സ് എല്ലാം ഇവനെ റെസ്പെക്ട് ചെയ്യണം. മറ്റൊരു ഇവന്മാരെ ക്യാപ്റ്റൻസ് അല്ലയോ ഈ ബ്രോളിയും ഡ്രോഗിയും. അത് കണക്ക് തന്നെ ഈ ഹൈറുദ്ദീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷിച്ച് ജീവനോടെ ഉണ്ട് എന്നുള്ള സത്യം അവർ സബോർഡിനേറ്റ്സിനെ അറിയിക്കണത് ഉസോപ്പാണ്. എന്നിട്ട് ന്യൂ ജയന്റ് പൈററ്റ്സിലെ ക്യാപ്റ്റനായ ഹൈറുദ്ദീനെ രക്ഷിക്കണത് ഉസോപ്പ്. എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് ഉസോപ്പിന്റെ ഒരു ഫിഗർ ഗോഡാണ്. ആ ഫിഗറിന് അവിടെ ഒരു ഡെവലപ്മെന്റ് ഇങ്ങനെ കിട്ടുമ്പോഴത്തേക്ക് ലോക്കി കഴിഞ്ഞ് ഇനി ഉസപ്പിന്റെ സമയം തിരിച്ചു വരാൻ പോവുക. അവിടെ ലോക്കിയുടെ ഒരു മറ്റേ ഇത് പറയാം, ലോക്കി എന്ന് പറയുന്ന മറ്റേ ഇവനാവാൻ ചാൻസ് ഉള്ളതുപോലെ ഇവൻ ഒഹാരയില് ഇവനെ രക്ഷിക്കുന്ന അതല്ല. അത് ലോക്കി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അവിടെ ഉണ്ട്, വേറെ ആളാ അവിടത്തെ ഇതാണ്. ഉറപ്പാണ്. എനിക്ക് അങ്ങനെ ഒരു അല്ല ലോക്കി അവിടെ ഒരു ഇതല്ലേ ഫുള്ളും ബാൻഡേജ് ചുറ്റി വരുന്നവരെ ഇപ്പല്ലേ. അത് ഇയാള് മറ്റേ ഇങ്ങേര് ജാഗ്വാർ ഡി സോള് ജാഗ്വാർ ഡി സോള് അവിടെ ഇരിപ്പുണ്ട്. അയാളെല്ലാം കറിയുന്നുണ്ട്. ജാഗ്വാർ സോൾ അവിടെ ഉണ്ട്. സോൾ ഹൈഡിങ് ഇൻ എൽബാഫ്. അവിടെ കൂടെ ചെന്ന് റോബിനും ഇതൊക്കെ കമ്പനിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഉസോപ്പും ഇതൊക്കെ. പിന്നെ അവിടെ ജയൻസ് ഫുള്ള് ഉസോപ്പ് ഫാൻസ് അസോസിയേഷൻ. ലൂഫി ഇവർ രണ്ടുപേരുമാണ് അവിടുത്തെ ഇനിയിപ്പം ബെസ്റ്റ് മെയിൻ തിങ്. അപ്പത്തേക്ക് ലൂഫി ലോക്കിക്ക് അവിടെ അവന്റെ അതോറിറ്റീനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു എന്നുള്ളൊരു സംഭവം ആയിരിക്കും എനിക്ക് തോന്നുന്നില്ല. ഈ നമ്മൾ ഈ പറഞ്ഞ ലോക്കിയുടെ കാര്യം പറയുമ്പോൾ ലോക്കിയുടെ മെയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് ലോക്കി മാനിപ്പുലേഷനും ഈ പറഞ്ഞ കള്ളവുമാണ് പുള്ളിക്കാരന്റെ. അറിയാലോ, നമ്മൾ ഗോഡ് ഓഫ് മിസ്ചീഫ് ആണല്ലോ. അതേ സാധനം തന്നെ ഇപ്പം ഉസപ്പ് ചെയ്തോണ്ടിരിക്കുന്നത്. പുള്ളിക്കാരന്റെ കള്ളത്തരമാണ് മെയിൻ സാധനം. എന്തും പറഞ്ഞ് ഇല്ലാത്തതിനെയും ഉണ്ടെന്ന് വിശ്വസിപ്പിക്കാനുള്ള കഴിവ്. സത്യം, അതാണ് ഉസപ്പ്. ആ സെയിം കഴിവുള്ള, അതായത് ലോക്കിയുടെ ഒരു കൗണ്ടർ പാർട്ട് പോലെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉസപ്പ് വരുന്നത്. ലോക്കിക്ക് എന്തായാലും പ്രശ്നമാവും. അപ്പൊ അവിടെ ലോക്കി മൈറ്റ് എന്താണ് ഇവരെ മറ്റേ ഒറ്റ കൊടുക്കുന്ന സിനാരിയോ, അല്ലെങ്കിൽ അവിടെ ഒരു ഫൈറ്റ് അങ്ങനെ എന്തെങ്കിലും. അതിനൊക്കെ വേറൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ അതോറിറ്റി ആരാ? ഷാങ്ക്സിന്റെ ടെറിട്ടറിയാണ്, അതോറിറ്റി എന്നല്ല. ഷാങ്ക്സിന്റെ ടെറിട്ടറിയാണ് എൽബാഫ്. അത് അങ്ങനെ അവിടെ യാസോപ്പ് യാസോപ്പ് സത്യമാണ്. യാസോപ്പ് ഒരു നാറിയാണ്, ഉള്ള പറയണോ അല്ല. കാരണം അവസാനം വന്നിട്ട് മോനെ പോയി കാണുന്നു, അവിടെ ഉണ്ടല്ലോ, മോനെ പോയി കാണുന്നു വേണ്ടെന്ന്. എത്ര വർഷമായി, കഴിഞ്ഞ 3-4 വർഷമായിട്ട് മോനെ അവിടെ തെണ്ടി തിരിഞ്ഞ് ആ മണ്ടൻ്റെോടെ ആ പ്രാന്തൻ്റെോടെ കറങ്ങി തിരിഞ്ഞ് നടക്കുവാണ്, മരണം മുന്നിൽ കണ്ട്. യാസോപ്പായിരുന്നു അപ്പൊ കമ്പനി. യാസോപ്പും ഇയാളുമായിട്ട് ഷാങ്സുമായിട്ടായിരുന്നു കൂടുതൽ ഇവന് കമ്പനി. മറ്റോ കുറച്ചുകൂടി ബുദ്ധിയുള്ളവന് ആരാ? നമ്മളെ ബെഗ്മാൻ കൂടി ബുദ്ധിയുള്ളവനാ. എല്ലാത്തിലും ഉണ്ട്. നമ്മളെ ഇവിടെ മാത്രമേ പണി കിട്ടിയുള്ളൂ. ബുദ്ധിയുടെ കാര്യത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണി കിട്ടിയത് സ്ട്രോ ഹാറ്റ്സില. ബാക്കി എല്ലാത്തിലും സെക്കൻഡ് ഇൻ കമാൻഡിന് ഇച്ചിരി വിവരമുണ്ട്. ബെപ്പോയെ പിന്നെയും വിവരം ഉണ്ടെന്ന് പറയാം. ബെപ്പോ മണ്ടന. ബെപ്പോയെ അവസാനം അടി തുടങ്ങി കഴിയുമ്പോഴത്തേക്കും ബെപ്പോയെ എടുത്തോണ്ട് ഒരുത്ത് ഓടണം. ബെപ്പോയ്ക്ക് സ്വന്തമായിട്ട് ഓടി രക്ഷപ്പെടാൻ പോലും വയ്യ, ബെപ്പോയെ എടുത്തോണ്ട് ഓടണം. മറ്റേവിടെയാണ് കില്ലറുണ്ട്. കുപ്പിയെടുത്ത് അതിവിടെ ഞാൻ പക്ഷെ നമ്മള് ഇപ്പഴും മിസ് ചെയ്ത ഒരു ക്യാരക്ടർ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റേ വാൻ ആഗ്വർ ആ തോക്കിട്ട് വെടിവെക്കല്ലേ. കാരണം എന്താണെന്ന് അറിയാവോ, അവന് പ്രത്യേകത ഉണ്ട്, ആളാണ്. അതെ. പക്ഷെ അതല്ല ഞാൻ പറയുന്നത്, ലൈക് പവർ സ്കെയിലിന്റെ കാര്യമാണ് പറയുന്നത്. കാരണം ലൂഫി മറ്റേ ഹോൾ കേക്ക് ഐലൻഡിലെ ഗിയർ 3 വെച്ച് ഇടിച്ചിട്ടും മറ്റേ ക്രാക്കറിന്റെ ഇതിന് എന്തെങ്കിലും പറ്റിയോ? ഒറ്റ ഷോട്ടിൽ പൊട്ടിക്കുക. ഗിയർ 4 ആയിട്ട് മറ്റേ ലൂഫി മറ്റേ ചത്ത് അവന്റെ 2-3 അടിച്ച് പൊട്ടിച്ചതിന് ശേഷം ലൂഫി മറ്റേ പടമായി കിടന്ന്. സത്യം പറഞ്ഞാല് ഈ പറഞ്ഞ ബിഗ് ബമ്മിന്റെ മക്കളൊക്കെ സത്യം പറഞ്ഞ ഇവന്മാരെക്കാൾ പല അഡ്മിറലുമാരെക്കാളും പവർഫുൾ ആണെന്ന് തോന്നുന്നു. കത്താകുരി, ക്രാക്കർ, ഇവനെയൊക്കെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. കത്താകുരി അവസാനം ഇവനെ പഠിപ്പിച്ചോണ്ട് മാത്രമാണ് ലൂഫി ഇപ്പം ജീവനോട്ടിരിക്കുന്നത്. അപ്പഴി വേണ്ട ഹാൻഡിക്യാപ്പ് വെച്ച്. അതായത് ഇവനെ ഇനിയിപ്പം അവനെ കൊന്നിട്ട് പെട്ടെന്ന് പോവാം, ബോറടിക്കുന്നു വിചാരിച്ചിട്ട് കൊന്നാണെങ്കിൽ ലൂഫി തീർന്നു.
പക്ഷെ ആ സമയത്ത് മോനെ ഞാനേ പ്രത്യേക ഒരു സാധനം ആദ്യം പഠിപ്പിച്ചു തരാം. എന്റെ വയറ് ഞാൻ വെട്ടും, എന്നിട്ട് ഞാൻ നിനക്ക് മറ്റേ ഫ്യൂച്ചർ സൈറ്റ് പഠിച്ചു ലൈക്ക് അതാണ് പറഞ്ഞേ. സോ ലൈക്ക് വാനോക്കർ പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടറാണ്. ബ്ലാക്ക് ബെയറിന്റെ ടീമിലുള്ള എല്ലാ തെണ്ടികളും പവർഫുൾ ആണ്. ആണ് അത് എല്ലാരും യൂസേഴ്സ് ആണ്, ഡെവലപ്ഡ് യൂസേഴ്സ് ആണ്. അതാ പക്ഷെ അവന്മാര് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നുള്ളതാണ്. അതിനകത്ത് എന്നുള്ള ഒരു തിയറി ഞാൻ പറഞ്ഞുതരാം. വാനോക്കറിന്റെ വാപ്പിംഗ് ആണ് പവർ. ഒരു സാധനത്തിനെ പോയിന്റ് ബ്ലാങ്കിൽ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കാണല്ലോ അതിന്റെ ഏറ്റവും ഇമ്പാക്ട് കൂടുതലുള്ളത് തന്നെയല്ല. അപ്പൊ ഈ പോയിന്റ് ബ്ലാങ്കിന്റെ നേരെ സാധനം എടുത്ത് വാർപ്പ് ചെയ്ത ക്രാക്കറിന്റെ അടുത്ത് വെച്ചാ, പക്ഷെ അങ്ങനെയാണെങ്കിൽ മറ്റേ അത്രയും ഹാക്കി ഉണ്ടെങ്കിൽ ചുമ്മാ ഒരു ബുള്ളറ്റ് കൊണ്ട് ഇവൻ എന്തേലും പറ്റുമോ? എടാ അതല്ല, നല്ല പവർഫുൾ ഗണ്ണ് വിത്ത് ഹാക്കി ലോഡ് എല്ലാം സെറ്റ്. അതാ പറഞ്ഞ അത്രയും ഹാക്കി വേണമെന്നാ ഞാൻ പറയുന്നേ. ക്യാൻ ഉസബ് ഹോൾഡ് എനിത്തിങ് അഗൈൻസ്റ്റ് വാനൂക്കർ? ഷോപ്പിന് അത് പവർ കിട്ടിയാലേ പറ്റുള്ളൂ. പവർ അപ്പ് ഇല്ലെങ്കിൽ വാനോക്കറിന്റെ കൂടെ പറ്റൂല. അതാ പറഞ്ഞ വാനോക്കറിന്റെ കോമ്പറ്റീഷൻ കോമ്പറ്റീഷൻ ഉസപ്പാണ്. ഉസപ്പാണ് ഞാൻ പറയാം, ഉസപ്പാണ്. കാരണം വാനോക്കർ കൊല്ലൂന്നുള്ളതാണ് എന്റെ ഒരു അതിന് സാധ്യത എനിക്കുണ്ട്. അത് വരെ അതായത് എന്റെ തിയറി സംഭവം ആവുകയാണ്. ഷാങ്ക്സ് ആണ് ഫൈനൽ വില്ലൻ എന്നുള്ളത്. പക്ഷെ എന്നിരുന്നാലും ഉസപ്പിനൊരു കാര്യമുണ്ട്, ബാക്കിയുള്ള മെയിൻ പവർഫുൾ ക്യാരക്ടേഴ്സിന് ആരും തോപ്പിക്കാൻ പറ്റാത്ത ആൾക്കാരെയാണ് ഉസപ്പ് തോപ്പിക്കുന്നത്. ശ്രദ്ധിച്ചാൽ മതി, ഉസപ്പ് തോപ്പിക്കുന്ന എല്ലാരും ബാക്കിയുള്ള ലൂഫിക്കും ഗോഡ് ലെവൽ ത്രെറ്റാണ്. ലൂഫിക്കും സോറോയ്ക്കും പോലും തോപ്പിക്കാൻ പറ്റാത്ത ക്യാരക്ടേഴ്സിനാണ് ഉസപ്പ് തോപ്പിക്കുന്നത്. പെറോണ, മറ്റേ ഷുഗർ, എല്ലാം. പെറോണ ഷുഗർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ മറ്റേ അവരുടെ മറ്റേ മെയിൻ കാർഡായിരുന്നു അവരുടെ. ഡ്രം കാർഡ്സ് ആണ് അവർ രണ്ടുപേരും. കാരണം പെറോണ ആയിരുന്നു സത്യം പറഞ്ഞ, പെറോണ കാരണം സത്യം പറഞ്ഞ കോമഡി ആയിപ്പോ സോറോയ ഞാനിവിടെ ജനിക്കണ്ടായിരുന്നു. അത് സാജ് മുതലെടുത്തോണം കാണാനായിട്ട്. എല്ലാം കഴിഞ്ഞിട്ട് അപ്പത്തേക്ക് ഉത്സവം ഞാൻ പണ്ട് നെഗറ്റീവ് ആണ്. മറ്റേ മറ്റേ ഏതോ ഒരു സിനിമക്കകത്ത് ഞാൻ മറ്റേ ഒരു പഴയ തമിഴ് നടനാ പുള്ളിക്കാരൻ പറയും, എന്നെ തൊട്ട ഇലക്ട്രിസിറ്റിക്ക് ഷോക്ക് അടിക്കുന്നു വിജയകാന്ത്. അതേപോലെയാണ് ഇവന്റെ ദേഹത്തു കൂടി ഒരു ഗോസ്റ്റ് ഇറങ്ങിയപ്പോൾ താഴെ പോയി ഇങ്ങനെ കുത്തിയിരിക്കുന്നു. എനിക്ക് വയ്യ. അതാണ് ഉസപ്പ്. നെഗറ്റീവ് നെഗറ്റീവ് ആക്കാൻ പറ്റും. പവർപ്പിന് സമയമായി. ഉസപ്പിന് നല്ലൊരു പവർപ്പോടാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉസോപ്പ് നാമിക്കൊക്കെ പവർപ്പിന് സമയമായി. ഉസോപ്പിന് ഇപ്പോഴും ആർമമെന്റിനെ പറ്റിയൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അവനില്ല ആർമമെന്റ്, കാരണം അവൻ ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റുകൾ അവൻ ചെയ്യുന്നില്ല. പക്ഷെ ഹാൻഡ് ഹാൻഡ് കോമ്പാറ്റ് മാത്രമല്ല, ആർമമെന്റ് ഹാൻഡ് ടു ഹാൻഡിന് വേണ്ടി മാത്രല്ല, വെപ്പണും കൂടെ ഉള്ള സാധനമാണ്. അത് അഡ്വാൻസ്ഡ് ആയിട്ടല്ലേ ഒരു ആർമമെന്റ് അല്ലയോ ഈ പറഞ്ഞ ബേസിക് ആർമമെന്റ് ആണ്. ആർമമെന്റ് ഹാക്കി ഉണ്ടെങ്കിൽ അവന്റെ മറ്റേ സ്ലിംഗ് ഷോട്ടിൽ വരുന്ന സാധനങ്ങൾക്ക് റിയോ ആണ്. അത് സുപ്രീമിന്റെ അല്ലേ? അല്ല റിയോ സുപ്രീമിന്റെ അല്ല. സുപ്രീം ഇവൻ ചെയ്യുന്നതാണ്, ലൂഫി ചെയ്യുന്നതാണ്. റിയോ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നീ നിന്റെ ഹാക്കി ഒരു പോയിന്റിൽ ഇടിച്ചിട്ട് അവിടെ അകത്തുനിന്ന് ബേസ്റ്റ് ചെയ്യിപ്പിക്കുകയാണ്. അത് അപ്പൊ ഉസോപ്പിന് ആ പവറാണ് വരേണ്ടത്. ഉസോപ്പിന്റെ സ്ലിംഗ് ഷോട്ടിന്റെ ഉസപ്പിന് ഇപ്പോഴത്തെ ഒരു പവർ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ലോങ് റേഞ്ചിൽ അടിക്കാൻ പറ്റുന്നുള്ളൊരു കഴിവാണ്. ലോങ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലോങ് റേഞ്ചിൽ ഇതിന്. പക്ഷെ വാനൂക്കറിന് ഈ ഒരു കഴിവുണ്ട്. വാനൂക്കർ എവിടെയോ ഒരു തവണ വെച്ചിട്ട് മറ്റൊരു കിളി ചത്ത് വീഴുന്നുണ്ടോ, അടുത്തെങ്ങും ഒരു ഐലൻഡ് ഇല്ലാതെ അത്രയും ലോങ് റേഞ്ച് ജയ നടിച്ചിടുന്നത്. അപ്പം അത്രയും പവർഫുൾ ആണ്. എനിക്കും ഒരു ഇതിനകത്താണെങ്കിൽ നോക്കുകയാണെങ്കിൽ കിലോമീറ്റേഴ്സിന് അപ്പുറം നിന്നാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗറിനെ ഇവൻ അടിക്കുന്നത്. അത് ഒരു കീ വിഷ്വലും ഇല്ലാതെ ആദ്യം ഒരു മറ്റേ ഊഹം എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്ക് ശരി ഇവിടെ നിന്ന് ഇങ്ങനെ അവൻ മറ്റേ എന്താണ് റോക്കറ്റ് വിടുന്ന പോലെ ട്രാജക്ടറി ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ഒരിടത്ത് ബേസ്റ്റ് ചെയ്യിപ്പിച്ചാണ് ഇടുന്നത്. എന്നിട്ട് ഇത് നേരിട്ട് കൊണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇതൊരാളെ ട്രോമറ്റൈസ് ചെയ്യാനുള്ള സാധനമാണെന്ന് നേരെ ചെന്ന് കണ്ണൊക്കെ ഇങ്ങനെ കറങ്ങിയിരിക്കുന്നു. ഷുഗർ അതായിട്ട് ഒരൊറ്റ വീഴ്ച സ്പോട്ടി ഷുഗർ ഔട്ട്. എനിക്കൊരു പെരോണ അടിക്കുന്ന മറ്റേ ഇത് ആദ്യം കോക്രോച്ച് അനങ്ങാൻ അത് റിയൽ ആവും.
ഉസോപ്പിന് അത്രയും മറ്റേ ഹെവി, അതാണ് ഞാൻ മ്യോൽനിർ എന്ന് പറഞ്ഞൊരു സാധനം, അല്ലെങ്കിൽ അവനെ കൊണ്ട് മാത്രം പൊക്കാൻ പറ്റുന്ന ഒരു സേക്രഡ്, അല്ലെങ്കിൽ എൽബാഫിൽ ഒരു മ്യോൽനിർ മാത്രമാണ് അങ്ങനെ ഒരു സാധനം. മാത്രമേ ഉള്ളൂ. അങ്ങനെ വൃത്തിയാണോന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വേർത്തി എന്നുള്ളത് ചുമ്മാ അത് നമ്മള് മറ്റേ ഇതിനകത്തല്ലല്ലോ, ഈ ആ വേഴ്സ് അല്ലല്ലോ ഈ വേഴ്സ്. അതുകൊണ്ട് പിന്നെ ബട്ട് എന്നിരുന്നാലും ഒരു റെസ്ട്രിക്ഷൻ കാണും ഇതിനകത്ത് വൃത്തിയല്ല, വൃത്തി അങ്ങനെ ഒരു സാധനമൊന്നും ഇല്ല ഈ നോർസ് മിത്തോളജിയിൽ. വൃത്തി അങ്ങനത്തെ പരിപാടി ഇല്ല. എസ്പെഷ്യലി ഇവന്റെ ഇരിക്കുന്ന ഒരു ആയുധമല്ലത്. പോട്ടെ, നോർസ് മിത്തോളജി വായിച്ചു നോക്കൂ, നല്ല രസമോ. ശരിയാ, ആദ്യം വൺ പീസ് കാണും. അതെ, തീരാറായി പിള്ളേരെ. ഇനി ഇപ്പോഴേ പറയാണ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വൺ പീസ് എന്താണെന്ന് റിവീൽ ആയതിനു ശേഷം വൺ പീസ് ഫാൻ ബോയ്സ് എന്ന് പറഞ്ഞാൽ അടിച്ച് മണ്ടക്കിട്ട് നോക്കിയോ അവിടെ. ഈ ഒരു സസ്പെൻസ് ആണ് മാങ്ക വായിക്കുക. കാരണം നിങ്ങളിപ്പോ ഇനി എന്തെന്നൊക്കെ പറഞ്ഞാലും നിങ്ങൾ വൺ പീസ് കാണുന്നുണ്ട്, അതിന്റെ കാര്യങ്ങളെല്ലാം ഈ പറഞ്ഞ മൊബൈലിനും അറിയാം. അതുകൊണ്ട് മൊബൈൽ ഈ പറഞ്ഞ ഇത് ഈ പറഞ്ഞ എന്തിനു പറഞ്ഞ ഷോർട്സും റീലും തന്നുകൊണ്ടിരിക്കും. ഓർഡർ റിവീൽ വാട്ട് ഈസ് വൺ പീസ്, നിങ്ങളെ മൊബൈലിൽ ആ സാധനം വന്നിരിക്കും. നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് അത് സ്പോയിലാവും, ഇത്ര നാൾ കണ്ടതും വേസ്റ്റ് ആവും. പറ്റുമെങ്കിൽ ഈ പറഞ്ഞ മാങ്ക വായിക്കുക. മാങ്ക വായിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാങ്ക നല്ല രീതിയിലാണ് വരച്ചു വയ്ക്കുന്നത്. സത്യം പറഞ്ഞപ്പോൾ ഇപ്പോഴും എനിക്ക് മാങ്ക നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. മാങ്ക ഡ്രോയിങ്, പണ്ടത്തെ ഡ്രോയിങ് കുറച്ചൊക്കെ ഒരു ഇച്ചിരിയൊക്കെ ശോകം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പെർഫെക്ഷനിലാണ് പുള്ളിക്കാരൻ വരച്ചു വിടുന്നത്. നമ്മളെ വൺ പഞ്ച് മാൻ ലെവൽ പെർഫെക്ഷൻ അല്ല, പക്ഷേ ബ്രേക്ക് എടുക്കേണ്ടി വന്ന അവസ്ഥയായത്. ഫൈനൽ ആർക്ക് വരയ്ക്കാനുള്ള കഷ്ടപ്പാടിന് വേണ്ടിയായിരിക്കും ഇപ്പൊ ട്രെയിൻ ചെയ്യുന്നത്. ഓരോ പാനലിലൊക്കെ ഇഷ്ടംമാതിരി വരപ്പും ഇഷ്ടംമാതിരി റൈറ്റിങ്സും ഉണ്ട്. ഐ തിങ്ക് പിന്നെ അല്ല ഇപ്പോഴത്തെ മാങ്ക പാനലിനകത്താണെങ്കിൽ മറ്റേ മോ എന്ന് പറയുന്നതിനെ കുറിച്ച് എന്താ? ലൈക്ക് വിൽ ഓഫ് ഡി എന്താണെന്നോ, അത് മറ്റേ ഇംഗ്ലീഷ് വായിക്കുന്നതാണെങ്കിൽ ഒരു സബ് ടൈറ്റിൽ ഒരു താഴെ കാണാം. ആ ജയന്റിനെ മറ്റേ വെട്ടിയിടുമ്പം താഴെ കാണിക്കും മറ്റേ ഡി എന്ന് തീരുന്നതിൽ. മറ്റേ ജാപ്പനീസ് വേർഷനിൽ മോ എന്ന് വന്നതിന് ശേഷമാണ് ജയന്റ് വെട്ടി വീഴുന്നതെന്നുള്ളത്. സോ അപ്പം വിൽ ഓഫ് ഡിയെ പറ്റി തുടക്കം പറഞ്ഞ മോ വെച്ച് മോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാപ്പനീസിൽ ആൾസോ എന്നർത്ഥമുണ്ട്. പക്ഷെ ആൾസോ ആണോ ഈ പറഞ്ഞ മോ, അതോ വേറെ എന്തെങ്കിലും ഉണ്ടോ? മങ്കി എന്ന് പറയുന്നതിന്റെ മോ ആണോ എന്നുള്ളതിനെ കുറിച്ച് സംശയം ഇല്ലാതില്ല. നമുക്ക് വേറെ മോ എന്ന് പറയുന്ന തുടങ്ങുന്ന വാക്കുകളൊന്നും വലിയ ഞാൻ ആലോചിച്ചായിരുന്നു. മോ എന്ന് പറയുന്ന ഏതെങ്കിലും വാക്കുകൾ വൺ പീസിലുണ്ടോ എന്നുള്ളത്. വൺ പീസില് മോ ഞാൻ ആലോചിച്ചിട്ട് എനിക്കൊന്നും കിട്ടില്ല. എനിക്ക് മങ്കി ഡി ലൂഫി ആ ഒരു മങ്കി മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. ആ ഒരു ഇത് പേര് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. മോൾട്ടൻ ലാവ. ഓ വാരി എറിയുവാ, ക്യൂട്ട്നെസ് വാരി എറിയുക. മോ എന്ന് തുടങ്ങുന്ന വേറൊരു വാക്ക് നമുക്ക് സത്യം പറഞ്ഞാൽ അതില്ല. സംതിങ് റിലേറ്റഡ് ടു എമ്മോ. കാരണം ഈവൻ ആ മോ എന്ന് പറയുന്നത് വെറും സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചാപ്റ്ററിന്റെ പേര് തന്നെ എമ്മോ എന്നാണ് കൊടുത്തിരിക്കുന്നത്. മോന്നാണ് കൊടുത്തിരിക്കുന്നത്. മോന്ന് എഴുതിയിട്ട് ഇങ്ങനെ ഒരു വരയിട്ടുണ്ട്, ഹൈഫൺ. അതായത് പേരതാണ്. സോ ആൾസോ എന്ന് പറയുന്ന മോ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അതല്ല അവിടെ പറയുന്നതെന്നുള്ളത് എന്തായാലും ഉറപ്പാണ്. അങ്ങനെ ആണെങ്കിൽ ഒരിക്കലും ആ ഒരു ചാപ്റ്ററിന്റെ പേര് കൊടുക്കേണ്ട കാര്യമില്ല. അത് എടുത്ത് പറയണം. അതും എടുത്ത് പറഞ്ഞേക്കുന്നത് ഈ പറഞ്ഞ എഴുത്തുകാരനായിട്ടുള്ള ഓടയല്ല പറഞ്ഞിരിക്കുന്നത് എടുത്ത്. ഇനി ഇപ്പൊ എന്റെ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് അറിയാമോ? വിൽ ഓഫ് ഡി മറ്റേ റോജറിനൊക്കെ ഇതാവൂലേ, മറ്റേ അസുഖം വന്ന് മരിക്കുന്ന ലൈക്ക് വിൽ ഓഫ് ഈ ഡി എന്നുള്ളത് നടുക്കുള്ളവർക്ക് ലൈക്ക് എന്തെങ്കിലും മറ്റേ ഡീമൺ സ്ലേയറിൽ മറ്റേ പവറപ്പ് ഒക്കെ ഇല്ലേ, അതേപോലെ സംതിങ് ലൈക്ക് ഇമ്യൂനെതിരെ ചെയ്യാനുള്ള ഒരു ഇനേർട്ട് പവർ ഉള്ളവരാണ് ഈ വിൽ ഓഫ് ഡി എന്നുള്ളവരാണെങ്കിലോ. വേണ്ട, അത് ഭയങ്കര ക്ലീഷേ. ഈ പറഞ്ഞ ലൂഫിന്റെ മാനിപ്പുലേഷൻസിന്റെ എഗെയിൻസ്റ്റ് നിൽക്കാനുള്ള ഇതെന്നാണോ? അതാ എതിർത്ത് നിൽക്കാനുള്ള ഇതെന്നുള്ള ഇതിലാണ്. സോ നമ്മളൊരു വൈൻഡ് അപ്പ് സെക്ഷൻ പോലെ വിൽ ഓഫ് ഡിയെ പറ്റി എന്താണ് അഭിപ്രായം? എൻ്റെ ഇത് ഞാൻ പറഞ്ഞു. ഞാനതിപ്പോഴും ഓർഡർ സെൻസിക്ക് വിട്ടു കൊടുക്കാം. എനിക്ക് തിയറി ഒന്നും ഇനി ഫോം ചെയ്യാൻ തിയറി ഫോം ചെയ്ത് ഡോൺ എന്നുള്ള വാക്കാ, DAWN, ഡോൺ ആ ഒരു വാക്ക്. കാരണം സൺ ഗോഡ്, ഡോണ്, ഇത് റൊമാൻസ് ഡോൺ എന്ന് പറയുന്ന ഫസ്റ്റ് ഇതിന്റെ പേര്, ഇയാൾ അതിന് മുമ്പത്തെ ബുക്കിന്റെ പേര്. ആ ഡോൺ എന്ന് പറയുന്ന വാക്ക് പലപ്പോഴായിട്ട് ഇങ്ങനെ റിപ്പീറ്റ് വൺ പീസിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം.
സെക്കൻഡ് എന്ന് പറയുമ്പോഴത്തേക്ക് സൺ ഗോഡ്, സൺ ഡോൺ, ഡസ്ക്, യു നോ ദ തിങ്. ജോയ്വോയുടെ ഫസ്റ്റ് ജേർണി റൊമാൻസ് ഡസ്ക് എന്ന് പറയുന്ന ഒരു തിയറി. റൊമാൻഡോ, റൊമാൻസ് ഡോ, റൊമാൻസ് ഡോൺ ലൂഫിയുടെ റൊമാൻസ് ഡസ്ക് എന്നാണ് ജോയ്വോയുടെ ഫസ്റ്റ് ഇതെന്ന് പറയുന്ന ഒരു ഇതുണ്ട്, തിയറി ഉണ്ട്. ആ ഡി എന്ന് പറയുന്നത് ഡോൺ എന്നാണോ എന്ന് എനിക്ക് സംശയം. നമുക്ക് സംശയിക്കാനല്ലേ പറ്റത്തോളൂ. എഴുതുന്നവ അവിടെ ഇരുന്നിട്ട് എനിക്കൊന്ന് ഓട ഇരുന്ന് എല്ലാ ഈ തിയറി വീഡിയോസും കാണുമെന്ന് തോന്നുന്നു. ഓട സത്യം എഴുതി വെക്കും, എന്നിട്ട് തിയറിയിലുള്ളവന്മാര് വരുമ്പോഴത്തേക്ക് അവന്മാരെ കണ്ടുപിടിച്ച് ഞാൻ മാറ്റിയിരുന്നു. കാരണം ഈ തിയറി പറയുന്നവരെ മിക്ക തിയറികളും തെറ്റിപ്പോവുകയാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, ദയവേത് ആരും ഇനി പുതിയ തിയറി ഉണ്ടാക്കില്ല. നിങ്ങൾ തിയറി ഉണ്ടാക്കിക്കോ, പക്ഷെ സ്വന്തം മനസ്സിൽ വെച്ചേക്കുക. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇപ്പം സ്പീഡപ്പ് ചെയ്ത് മറ്റേ ഫാസ്റ്റ് പേസ് പോവാണെന്ന് വൺ പീസ്? അത് ഫാസ്റ്റിലോട്ട് പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കുറച്ച് ഫാസ്റ്റ് കൂടിയതുപോലെ തോന്നുന്നുണ്ട്. യൂഷ്വലി കുറച്ചുകൊണ്ടായിരിക്കാം. പക്ഷെ എൻഡ് ഇസ് നിയർ. ഈ കൊല്ലം മാങ്ക തീരേണ്ടല്ലേ? അടുത്ത കൊല്ലം 2025 അവസാനം തീരണ്ടുള്ള എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല ഈ അടുത്ത വർഷം അവസാനം തീരുമെന്നുള്ളത്. പക്ഷെ അവിടെ ആയിരിക്കും പറയുന്നത്. എന്തായാലും ഒരു വലിയ ലോങ് ബ്രേക്ക് വരുന്നുള്ളത് എനിക്ക് തോന്നുന്നു. അല്ല, കാരണം ഒരു സാഗയാണ് ഇനി ബാക്കി കിടക്കുന്നത്. ഒരു ആർക്കും കൂടി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു ആർക്കിന് മുമ്പായിട്ടോ ഒരു സാഗ സ്റ്റാർട്ട് ചെയ്യുവാണ്. അല്ല, എനിക്കൊന്ന് എൽബാഫ് കഴിഞ്ഞ ഒരു ലോങ് ഒരു 2 month പീരീഡ് എങ്കിലും ബ്രേക്ക് കാണുമെന്ന് തോന്നുന്നു. കാരണം പറയുന്നുണ്ടല്ലോ എനിക്ക് ടൈം വേണം, അത്രയും വലിയ ആർക്കാണ്. സോ അതിൻ്റെ ഇതുണ്ടാവും. സോ അപ്പോൾ ഓൺ ദ നോട്ട് ഓഫ് ദാറ്റ് വി ആർ വൈൻഡിങ് അപ്പ് അവർ സെഷൻ. സോ ഇന്നത്തെ കോഡ് ഞാൻ വിചാരിക്കുന്നത് എൽബാഫ് #എൽബാഫ് ഗുമ്മില്ല. എൽബാഫ് തീരെ ഗുമ്മില്ല. എൽബാഫ് ഗുമ്മില്ല. നോസ് ജുറോ അറിയത്തില്ല. ഇപ്പൊ അതല്ലേ ഇപ്പൊ ട്രെൻഡിങ് ഇരിക്കുന്നത് പോലെ. നോസ്ജുറോ ഓക്കെ. #ഗൊറോസെ എന്ന് പറഞ്ഞ് ഇത്രയും കഷ്ടപ്പെട്ട് ഇത് ഏകദേശം 2 മണിക്കൂർ പോയോ എന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. 1.5 മണിക്കൂർ ആയോളൂ. 1.5 മണിക്കൂർ മുതലാളി ഉറങ്ങി. മലയാള കൂർക്കമല ഇത് കേട്ടെങ്കിൽ നിങ്ങൾ അതും സദയം ക്ഷമിക്കുക. അതെ, അതും കമന്റ് ചെയ്യുക. ഇവിടെ കേൾക്കായിരുന്നു. സോ അപ്പം നിങ്ങൾക്ക് കേട്ടോ എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. അത് ഉറങ്ങിയോണ്ട് നിങ്ങൾ കേൾക്കാഞ്ഞത് മനസ്സിലായില്ലേ? നമ്മളെ കൂർക്കമല നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. സോ കേട്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക. പിന്നെ ഇത്രയും ദൂരം കഷ്ടപ്പെട്ട് നമ്മുടെ 3 പേരുടെയും ഫുൾ ചളി കേട്ട് ഇവിടം വരെ എത്താൻ സാധിച്ചെങ്കിൽ പറ്റിയെങ്കിൽ പ്ലീസ് കമന്റ് വിത്ത് #ഗൊറോസെ ആൻഡ് യുവർ ഐഡിയ ഫോർ ഹൗ വൺ പീസ് വിൽ എൻഡ്. അല്ലെങ്കിൽ വലിയതാണെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. കുറെ പേര് കമന്റ് ചെയ്യുന്നു. കഴിഞ്ഞ ഇതിൽ തന്നെ കുറെ പേര് നറൂട്ടോയുടെ വീഡിയോ വന്നപ്പോഴും ലൈക്ക് ഭയങ്കര എക്സ്പ്ലെയിൻ ചെയ്ത് അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അതേപോലെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഇത്രയും പറഞ്ഞാൽ പോരെ, ഇതിനകത്ത് നിങ്ങൾ ഇനി ഷിസൂയി ഉച്ചയെ കുറിച്ച് പറയണം, മറ്റേ ആളെ കുറിച്ച് പറയണം, സായിയെ കുറിച്ച് പറയണോ എന്നൊക്കെ ഇത്രയും നിങ്ങൾക്ക് പോരെ. നമ്മൾ വീണ്ടും എപ്പിസോഡ് ലൈക്ക് നിങ്ങൾ എന്താ പറയാ, നിങ്ങളുടെ ഇഷ്ടങ്ങളാണ് നമ്മുടെ ഊർജ്ജമല്ലേ വീണ്ടും എപ്പിസോഡ്സ് ചെയ്യാനായിട്ട് വേണ്ടി ഒരു എപ്പിസോഡ് മാറ്റി വെക്കാം. അതെ, നിങ്ങൾ മറ്റേ ക്യാരക്ടർ അനാലിസിസ് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. ക്യാരക്ടർ അനാലിസിസ് അത് ചെറിയ പണിയുള്ള പരിപാടിയാണത്. കുറച്ച് കാരണം കുറച്ച് സ്വാലി എല്ലാം സെറ്റ് ചെയ്യുന്നതാണ്. ഇവിടെ ഒറ്റയ്ക്ക് വന്നിരുന്നതാണെങ്കിലും ക്യാരക്ടർ ചെയ്യും. എക്സ്പ്ലനേഷൻ ആയാൽ മതി, അസാസിനേഷൻ എന്താവും അറിഞ്ഞുകൂടാ, പക്ഷെ നമ്മളത് ചെയ്യുന്നതാണ്. ഓക്കെ, സോ എന്തൊക്കെയായാലും സൈനറ.